ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സന്തോഷത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് നമ്മളെ ആരോഗ്യത്തോടെ വീണ്ടും ഈ തിരുവചന സന്ധിയിലേക്ക്, രണ്ടാമത്തെ രാത്രിയിലേക്ക് വിളിച്ച് കൊണ്ടുവരികയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നാം കുമ്പസാരിക്കാൻ ഒരുങ്ങുന്ന ദിവസമാണ്. കർത്താവ് തിരുവചനത്തിലൂടെ നമുക്കതിന് വേണ്ട ഒരുക്കങ്ങൾ തരും. ഏറ്റവും ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആയിരിക്കാം. ഈശോ മിശിഹ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിനെ പറ്റി മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 തിരുവചനങ്ങളിലാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ കർത്താവ് ആദ്യമായി പ്രഘോഷിച്ചത് എന്തായിരുന്നു എന്നാണ് മർക്കോസ് 1-ാം അധ്യായം 14-15 തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 തിരുവചനം. യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കർത്താവായ യേശു പറഞ്ഞതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ പരസ്യ പ്രഭാഷണത്തിന്റെ സംഗ്രഹമാണിത്. അതായത് ഈശോ മിശിഹ പരസ്യമായി പ്രസംഗിച്ചതിനെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തുന്ന ആദ്യത്തെ പ്രഭാഷണത്തിന്റെ സംഗ്രഹമാണിത്. ഇത്രയല്ല പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിനെ സുവിശേഷകൻ 2 വാക്യങ്ങളിലായി സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. ഈശോ വന്നിട്ട് ആകെ കൂടി 2 വാക്കേ പറഞ്ഞുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. ഈശോ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ ആദ്യത്തെ പ്രഭാഷണത്തിന്റെ ആശയത്തെ സുവിശേഷകൻ ഈ 2 വാക്യങ്ങളിലായി സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ്. യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് വന്നിട്ട് യേശുവിന്റെ പ്രസംഗം ഇങ്ങനെയാണ്. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് യേശു ഗലീലയിലേക്ക് വന്നു. എന്താണ് പ്രസംഗിച്ചത്? യേശു പ്രസംഗിച്ചു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. നല്ല ശ്രദ്ധയോടെ കേൾക്കുക. 2 കാര്യങ്ങളാണ് യേശു പ്രസംഗിച്ചത്. ഒന്നാമത്തെ കാര്യം, മാനവരാശിക്ക് വേണ്ടി ദൈവം ഒരു കാര്യം ചെയ്തു. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, മാനവരാശിക്ക് വേണ്ടി ദൈവം ഇത് ചെയ്തപ്പോൾ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ദൈവം ചെയ്തത്. 2, മനുഷ്യൻ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു, ദൈവം ചെയ്തത്, മനുഷ്യൻ ചെയ്യേണ്ടത്. അപ്പോ ഈ യോഹന്നാൻ 1:15 വിശദീകരണത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഈശോ പറയുകയാണ്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് ആര് ചെയ്ത പ്രവൃത്തിയാണ്? ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. സമയം പൂർത്തിയാക്കുന്നതും ദൈവരാജ്യത്തെ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തിക്കുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. സമയം പൂർത്തിയാക്കി, അതിനുള്ള സമയം ആഗതമായി. പൗലോസ് പറയുന്നത് പോലെ കാലത്തിന്റെ സമ്പൂർണതയിൽ തന്റെ ഏകജാതൻ വഴി സംസാരിക്കാൻ ദൈവം തിരുമനസ്സായി. അപ്പോ കർത്താവ് സമയം പൂർത്തിയാക്കി, സമയം തെരഞ്ഞെടുത്തു, സമയത്തെ സമീപസ്ഥമാക്കി. കർത്താവ് രണ്ടാമത് ചെയ്തത്, ദൈവരാജ്യത്തെ കൈയെത്തിയാൽ തൊടാവുന്ന അകലത്തേക്ക് കൊണ്ടുവന്നു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ, ദൈവത്തിന്റെ രാജ്യം വന്നു. വളരെ ശ്രദ്ധിച്ചിരിക്കണം. സമയം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ലോകത്തേത് മനുഷ്യനും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സ്വീകരിക്കാൻ ഇനി പ്രയാസമൊന്നുമില്ല. അതിനുള്ള സമയമായി. അതിന് ആരും സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല, ആരും വിഷമിക്കേണ്ട. നിന്റെ ജീവിതത്തിൽ, നിന്റെ വീട്ടുമുറ്റത്ത് രക്ഷ എത്തിക്കഴിഞ്ഞു. സമയം പൂർത്തിയായി. ദൈവരാജ്യം നിന്റെ വീട്ടിലെത്തി. ദൈവരാജ്യം, അത് നമ്മുടെ വിഷയം ഇതല്ലേലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ പറയാം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവഭരണം എന്നാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ അർത്ഥം പെട്ടെന്ന് കിട്ടും. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കാലിറ്റി അല്ല,
ദൈവത്തിന്റെ റൂളാണ്, ദൈവഭരണം എന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ആരാണ് ഭരണം നടത്തുന്നത് എന്ന് അന്വേഷിച്ചിട്ട് ദൈവമല്ലെങ്കിൽ ദൈവത്തിന്റെ ഭരണം നമ്മുടെ വീട്ടിലെത്താൻ, ജീവിതത്തിലെത്താനുള്ള സമയമായി. ദൈവം ഭരിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന്, വലിയ കലഹത്തിലും വഴക്കിലും കിടക്കുന്ന ഒരു വീട്ടിൽ ആരാണ് ഭരിക്കുന്നത്? പിശാചാണ് ഭരിക്കുന്നത്. കാരണം ദൈവം സ്നേഹമാണെങ്കിൽ ഭിന്നത പിശാചാണ്. അതിപ്പോ എത്ര നല്ല സ്ഥലത്താണെങ്കിലും ഭിന്നത പിശാചാണ്. ഇതിപ്പോ എത്ര നല്ല ആത്മീയതയുള്ള സ്ഥലത്താണെങ്കിലും ഭിന്നത ആരാണ്? പിശാചാണ്. എത്ര പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലാണെങ്കിലും ഭിന്നത ആരാ? പിശാചാണ്. അതുകൊണ്ട് വഴക്കിലും കലഹത്തിലും പ്രശ്നത്തിലും കിടക്കുന്ന ഒരാളുടെ വീട്ടിൽ, ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ആരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? സാത്താനാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയോട് ദൈവവചനം പറയുകയാണ്, നിന്റെ കുടുംബത്തിൽ ഇപ്പോ ഭരിക്കുന്നത് സാത്താനാണ്, എന്നാൽ ദൈവഭരണം നിന്റെ വീട്ടിൽ വരാനുള്ള സമയമായി. നിന്റെ കുടുംബത്തെ ദൈവം ഭരിക്കുന്നതിനുള്ള സമയമായി. നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആധിപത്യം വരാനുള്ള സമയമായി. അപ്പൊ ഇതാണ് ദൈവം ചെയ്ത പ്രവൃത്തി. അത് വിശദീകരിക്കാൻ നമുക്ക് നേരമില്ല. ഇപ്പൊ ദൈവം നമുക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, അതിനെ നമ്മുടെ അടുത്തെത്തിച്ചു. ഇനി രണ്ടാമത്തേത് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സമയം സമാഗതമായി, ദൈവരാജ്യം നമ്മുടെ തൊട്ടടുത്തെത്തി. നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന് അനുതപിക്കണം, രണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഈ കാര്യങ്ങളാണ് നാളെ നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന പിന്നീട് നമ്മൾ പറയും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതാണ്, അനുതപിക്കണം. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇഫക്റ്റീവ് ആവണമെങ്കിൽ, സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, സുവിശേഷത്തിന്റെ ശക്തി എന്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ വെളിപ്പെടണമെങ്കിൽ അതിന്റെ എസെൻഷ്യൽ റിക്വയർമെന്റ് ആണ് അനുതപിക്കണം. ശ്രദ്ധിച്ചു കേട്ടോണം, ഒരു സംശയം ഉണ്ടാവരുത്. സുവിശേഷത്തിന്റെ ശക്തി ഒരു വ്യക്തിയിലോ ഒരു വീട്ടിലോ വെളിപ്പെടണമെങ്കിൽ അതിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത വ്യവസ്ഥയാണ് അനുതപിക്കണം എന്നുള്ളത്. അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ദൈവം കരുണയാണ്, ദൈവം സ്നേഹമാണ്, ദൈവം അലിവാണ്, ദൈവം ആർദ്രതയാണ്, ദൈവം കരുണാസമ്പന്നനാണ്. ആർക്കും ഒരു തർക്കമില്ല. ആ വിഷയത്തിലൊന്നും ആർക്കും ഡിബേറ്റ് വേണ്ട. അതൊക്കെ ശരിയാണ്. പക്ഷേ സുവിശേഷത്തിന്റെ ശക്തി ഒരു വ്യക്തിയിലോ കുടുംബത്തിലോ പ്രസ്ഥാനത്തിലോ സമൂഹത്തിലോ എവിടെയോ വെളിപ്പെടണമെങ്കിൽ, സുവിശേഷ ശക്തി കുടുംബം സ്വീകരിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാന റിക്വയർമെന്റ് ആണ് അനുതപിച്ച് സുവിശേഷം ഏറ്റെടുക്കണമെന്നുള്ളത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അനുതപിക്കാതെ ഈ രക്ഷാകര അനുഭവത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെ നേരിടുന്ന ഏറ്റവും വലിയ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് അനുതാപമില്ലാത്തതാണ്. ശരിയായ അനുതാപം ഒരു വ്യക്തിയിലേക്കോ ഒരു കുടുംബത്തിലേക്കോ വന്നു കഴിഞ്ഞാൽ സുവിശേഷം പെട്ടെന്ന് ആ വ്യക്തിയിലോ കുടുംബത്തിലോ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു വ്യക്തി ശരിയായ അനുതാപത്തിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ സുവിശേഷം ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ആ വ്യക്തിയിൽ പിന്നെ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ആ എൻട്രൻസ് ഡോർ അനുതാപമാണ്. ആ അനുതാപത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അനുതപിക്കേണ്ടത് എന്നാണ് അടുത്ത ചോദ്യം. നമ്മൾ എന്തുകൊണ്ട് അനുതപിക്കണം? ഞാൻ ചില കൺവിൻസിങ് ആണെന്ന് എനിക്ക് തോന്നുന്ന ചില ആശയങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മൾ എന്തുകൊണ്ട് അനുതപിക്കണം, എന്തുകൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് എത്തണം, അതിന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്ന ചില ന്യായങ്ങൾ ഞാൻ പറയാം. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മള് സാത്താന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവത്തെ കുറിച്ച് അറിയണം. എന്നെ വളരെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. ഇത് എസെൻഷ്യലായി ഇതൊരു ക്ലാസ് ആണ്. ഇത് ധ്യാന പ്രസംഗമല്ല, ഇതൊരു ക്ലാസ് ആണ്. ക്ലാസ്സിന് ഒന്നാമത് വേണ്ടത് ശ്രദ്ധിക്കണം, രണ്ടാമത് വേണ്ടത് വല്ലതൊക്കെ എഴുതിയെടുക്കണം, മൂന്നാമത് വേണ്ടത് ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് നിങ്ങളുടെ വേദപുസ്തകത്തിൽ നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു ക്ലാസ്സിന് അതൊക്കെ വേണം. മനസ്സിലായോ? അതായത് ഈ കാര്യങ്ങൾ ഹൃദയത്തിൽ എഴുതി വെക്കണം.
നമ്മൾ എന്തെങ്കിലും ഒരു ആവേശത്തിന് വേണമെങ്കിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം. എനിക്ക് അങ്ങനെ പറയാൻ അറിയുകയും ചെയ്യാം, നല്ല ആവേശം ഉണ്ടാക്കാൻ എനിക്ക് പറ്റും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മനസ്സിലായോ? നല്ല ആവേശത്തിൽ അങ്ങ് പോയി വൈകുന്നേരം ഭയങ്കര ധ്യാനമായിരുന്നു പറഞ്ഞിട്ട് പോയിട്ട് പഴയതിനേക്കാൾ മോശമായിട്ട് നാളെ രാവിലെ ജീവിക്കാം. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് വചനം അകത്ത് കയറണം, സബ് കോൺഷ്യസിനകത്ത് വചനം കയറണം. ഇങ്ങനെ വെറുതെ ഒരു ബഹളം ഉണ്ടാക്കി പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാര്യകാരണ സഹിതം നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി സ്വീകരിക്കണം, അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ എന്തുകൊണ്ട് അനുദപിക്കണമെന്ന് എനിക്ക് കൺവിൻസിങ് ആയ ചില ന്യായങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേത്, പിശാചിന്റെ സ്വഭാവം. പിശാച് ഒരു ലീഗലിസ്റ്റാണ്. ശ്രദ്ധിച്ചിരിക്കണം, പിശാച് ഒരു ലീഗലിസ്റ്റാണ്, നിയമവിദഗ്ധനാണ്. പിശാച് ഒരു നിയമവിദഗ്ധനാണ്. അതായത് നിയമം പിശാചിന് അറിയാം. ഈ നിയമം ഒരാൾ തെറ്റിച്ചാൽ ആ തെറ്റിക്കുന്ന വ്യക്തിക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന ശിക്ഷ എന്താണെന്നും പിശാചിന് അറിയാം. വളരെ ശ്രദ്ധിച്ചിരിക്കണം. പിശാചിന് എന്തൊക്കെ അറിയാമെന്നാ ഞാൻ പറഞ്ഞു? നിയമം അറിയാം. 2, നിയമം ഒരാൾ ലംഘിച്ചാൽ ആ വ്യക്തിക്ക് ദൈവം, പിശാച് പറഞ്ഞിട്ടുള്ള ശിക്ഷയല്ല, ദൈവം പറഞ്ഞിട്ടുള്ള ശിക്ഷ എന്താണെന്നും പിശാചിന് അറിയാം. പിശാച് ആരാന്നാ പറഞ്ഞേ? ലീഗലിസ്റ്റാണ്. പിശാചിന് നിയമം, സകല നിയമം അറിയാം. ഉദാഹരണത്തിന് ശ്രദ്ധിച്ചേ, ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു നിയമമുണ്ട്. എന്താണ് നിയമം? ഒരു നിയമം പറയുകയാണ്, അതായത് നീ ഒരു നിയമം പറഞ്ഞാൽ നിയമം ശിക്ഷ. ഓക്കെ, പിശാച് പറയുകയാണ് ദൈവം പറഞ്ഞിട്ടുണ്ട് മന്ത്രവാദം മർക്കടമുഷ്ടി പോലെ പാപമാണ്. മർക്കടമുഷ്ടി മന്ത്രവാദം പോലെ പാപമാണ്. അനുസരണക്കേട് വിഗ്രഹാരാധനയാണ്. ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ്. അപ്പൊ ഈ വചനം എന്താ പറയുന്ന? ഒരാൾ മർക്കടമുഷ്ടി പുലർത്തിയാൽ, ഒരാൾ നിഷേധം കാണിച്ചാൽ, ഒരാൾ അനുസരണക്കേട് കാണിച്ചാൽ ആ വ്യക്തിക്ക്, ബൈബിൾ പറയുകയാണ്, ആ വ്യക്തിയുടെ മേൽ വരുന്ന ശിക്ഷ മന്ത്രവാദത്തിന് വരുന്ന ശിക്ഷ പോലാണ്. മനസ്സിലായോ? അനുസരണക്കേട്, മർക്കടമുഷ്ടി ഇവ കാണിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവവചനം പറഞ്ഞിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത്, ഒരാള് മന്ത്രവാദം ചെയ്താൽ വേദപുസ്തകത്തിൽ അയാൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതാണ് ഒരാൾ നിഷേധം കാണിച്ചാൽ, ഒരാൾ മർക്കടമുഷ്ടി കാണിച്ചാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്നതെന്ന് കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് ആർക്കറിയാം? പിശാചിനറിയാം. അപ്പൊ ഒരു വ്യക്തി മർക്കടമുഷ്ടി കാണിച്ചാൽ, ഒരു വ്യക്തി നിഷേധം കാണിച്ചാൽ, പിശാച് ഉടനെ അവന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതും. എന്താ എഴുതുന്നത്? ഈ ആള് മർക്കടമുഷ്ടിക്കാരനാണ്. അപ്പൊ ഈ ആൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ശിക്ഷ എന്താണ്? വിഗ്രഹാരാധകനുള്ള ശിക്ഷയാണ്. വിഗ്രഹാരാധനയ്ക്ക് അനേക ശിക്ഷകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിക്ഷയാണ് 3-4 തലമുറ വരെ ഇതിന്റെ ശാപം വേട്ടയാടുമെന്നുള്ളത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ഇത് പിശാചിനറിയാം. അതുകൊണ്ട് പിശാച് ഒരു വ്യക്തി അനുസരണക്കേട് കാണിച്ച്, ഒരു വ്യക്തി അനുസരണക്കേട് നിലനിന്ന് നിഷേധത്തിലും റിബല്യനിലും നിലനിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ മേൽ ഈ ശിക്ഷ കൊണ്ട് വെച്ചു കൊടുക്കാനുള്ള പവർ സാത്താന് കിട്ടുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം, പിശാച് ലീഗലിസ്റ്റാണ്. പിശാചിന് നിയമം അറിയാം. അതുകൊണ്ട് പിശാച് എന്നാ ചെയ്യുന്നത്? പിശാച് ഈ നിയമം ലംഘിക്കുന്ന ആളുകൾക്ക് ദൈവം പറഞ്ഞിട്ടുള്ള ശിക്ഷ കിട്ടണമെന്ന് വാശി പിടിച്ച് ദൈവത്തോട് വാദഗതി നടത്തും. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരത്തില്ല. ഞാൻ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം പിശാച് അങ്ങനെ ചെയ്യുന്നത്. അതായത് ചില ആളുകളുടെ അടുത്ത് നിന്നിട്ട് സാത്താൻ പറയുകയാണ്, ദൈവമേ ഈ പാപത്തിന് നീ ഈ ശിക്ഷയാണല്ലോ വെച്ചിരിക്കുന്നത്, അത് അവന് കൊടുക്കും. കർത്താവിന് നമ്മളെ രക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കർത്താവിനെ രക്ഷിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നിയമം തെറ്റിച്ചിട്ട് നിൽക്കുകയാണ്. നമ്മുടെ മേൽ അവൻ നല്ല നല്ല
ആധിപത്യം ഉണ്ടാക്കിയിട്ട് അധികാരം പ്രയോഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് കാണിക്കാം. ഒന്നാമത്തേത് യൂദാസിന്റെ ലേഖനം എടുക്കുക. വെളിപാട് പുസ്തകത്തിന് തൊട്ട് മുമ്പുള്ള യൂദാസിന്റെ ലേഖനത്തിൽ അതിന് അധ്യായമില്ല, വാക്യങ്ങളേ ഉള്ളൂ. അതിലെ 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. 9-ാമത്തെ വാക്യം, യൂദാസിന്റെ ലേഖനം 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പ്രധാന ദൂതനായ മീഖായേൽ, അവിടെ പറയുകയാണ്, പ്രധാന ദൂതനായ മീഖായേൽ ആരുടെ ശരീരത്തെ ചൊല്ലി? ആരുടെ? മോശയുടെ ശരീരത്തെ ചൊല്ലി. ആരോട് തർക്കിച്ചു? പിശാചിനോട് തർക്കിച്ചു. ഇവിടെ ഒരു സാഹചര്യം പറയാണ്, ശ്രദ്ധിക്കണേ. ഇവിടെ ഒരു സാഹചര്യം പറയാണ്. മോശ മരിച്ചു കിടക്കുന്ന നെബോ മലയിൽ മോശയുടെ ശരീരം കിടക്കുന്ന സമയത്ത്, മോശയുടെ ശരീരത്തിന് ബൈബിൾ പറയുന്ന പ്രത്യേകത, മോശയുടെ ശരീരത്തെ ദൈവം രൂപാന്തരപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ ശരീരമാണത്. ഏലിയ എടുക്കപ്പെട്ടതുപോലെ, ഹാനോക്ക് എടുക്കപ്പെട്ടതുപോലെ, പരിശുദ്ധ അമ്മ എടുക്കപ്പെട്ടതുപോലെ രൂപാന്തരപ്പെട്ട ശരീരത്തോടെ എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ ആളുകളിൽ ഒരാളാണ് മോശ. ശ്രദ്ധിക്കുക, മോശയുടെ ശരീരത്തെ ദൈവം തമ്പുരാൻ എടുക്കാൻ വരുമ്പോ കർത്താവ് മീഖായേലിനെ മോശയുടെ ശരീരം എടുക്കാൻ വിടുമ്പോ മോശയുടെ ശരീരത്തിന്റെ അടുത്ത് നേരത്തെ ഒരാൾ വന്ന് നിൽപ്പുണ്ട്. ഈ ആളുടെ പേരാണ് സാത്താൻ. യൂദാസിന്റെ ലേഖനം 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ നോക്കിയതാണ്, ഒന്നുകൂടെ നോക്കണ്ട. യൂദാസ് 9, ഞാൻ നേരത്തെ പറഞ്ഞത്, യൂദാസിന്റെ ലേഖനം 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി സാത്താനോട് തർക്കിച്ചപ്പോൾ. ഇതാണ് നമ്മുടെ വിഷയം. സാത്താനോട് മീഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി തർക്കിക്കുകയാണ്. കാരണം ആ തർക്കം എന്ന് പറഞ്ഞാൽ, സാത്താൻ പറയുകയാണ്, മോശയുടെ ശരീരത്തിന്റെ മേൽ എനിക്കാണ് അധികാരം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുമ്പോ ഇവന്റെ മുഖം അടിച്ച് ഒരു അടി കൊടുക്കണ്ടേ? ഇവൻ എന്നാ അധികാരമാണ് മോശയുടെ ശരീരത്തിന്റെ മേൽ? നിങ്ങൾ ശരിക്ക് പുറപ്പാട് പുസ്തകം വായിച്ചാൽ നമ്മൾ സാത്താനെ ചവിട്ടും. മോശയുടെ മേൽ അധികാരമാണെന്നെങ്ങാണ് സാത്താൻ പറഞ്ഞ. കാരണം ഇതുപോലെ ദൈവം തമ്പുരാന് വേണ്ടി ജീവിച്ച ഒരാള് അധികം പേരൊന്നും വേദപുസ്തകത്തിൽ, ഇതുപോലെ ദൈവം തമ്പുരാന്റെ വാക്ക് കേട്ട ഒരാള്, ഇതുപോലെ സഹിച്ചൊരാള്, നമ്മൾ മനസ്സ് വെച്ച് ബൈബിള് വായിച്ചാൽ കണ്ണെങ്കിലും നിറയാതെ ആ ഭാഗങ്ങൾ മടക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ അയാളുടെ ജീവനും ജീവിതവും മുഴുവൻ ദൈവത്തിന്റെ പാദങ്ങളിൽ തച്ചുടച്ച് തകർത്ത് ബലിയായിട്ട് സമർപ്പിച്ചതിന്റെ ചരിത്രമാണ് മോശയുടെ ചരിത്രം. ആ മോശ കർത്താവിന് വേണ്ടി ജീവിച്ചതിന് കയ്യും കണക്കുമില്ല. അയാൾ സഹിച്ചതിന് ഒരു കണക്കുമില്ല. രാപകലില്ലാതെ ആ മനുഷ്യൻ ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ മുറിക്കപ്പെട്ട ആളാണ്. ദൈവം ചെന്ന് ചെയ്യാൻ ഒരു കാര്യം പറയും, മനുഷ്യൻ പിറുപിറുക്കും, മനുഷ്യൻ കുറ്റപ്പെടുത്തും. മോശയ്ക്കെതിരെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞ് ജനം മോശയെ നിന്ദിച്ചും നിഷേധിച്ചും മോശയുടെ ആത്മാഭിമാനത്തെ മുഴുവൻ തകർത്തും മരിക്കുന്നത് വരെ ഇതുപോലെ ജനവും ദൈവവും രണ്ടുപേർക്കും ഇടയിൽ കിടന്ന് പിടഞ്ഞ ഒരാളില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളാണത്. അങ്ങനെ ജീവിച്ച് അങ്ങനെ മരിച്ച ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ മേൽ പിശാച് വന്നിട്ട് പറയാണ്, ഈ ശരീരത്തിന്റെ മേൽ എനിക്കാണ് അധികാരം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയാൻ പിശാചേ നിനക്കെന്ത് അധികാരമെന്ന് സാത്താനോട് ചോദിച്ചാൽ സാത്താൻ പറയും, നിങ്ങൾ സംഖ്യയുടെ പുസ്തകം വായിക്കാൻ പറയും. സംഖ്യയുടെ പുസ്തകത്തിൽ കാദേശ് മരുഭൂമിയിലൂടെ ജനം യാത്ര ചെയ്യുന്ന സമയത്ത് മോശയ്ക്കും അഹ്റോനുമെതിരെ ജനം പിറുപിറുക്കുന്ന ഒരു ഭാഗമുണ്ട്. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം. അതൊന്ന് കുറിച്ചിട്ട് എന്നെ നോക്കണം, വായിക്കണ്ട, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് സാത്താൻ പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും മോശയുടെ മേൽ എനിക്ക് എന്താണ് അധികാരം എന്ന് സംശയം ഉണ്ടെങ്കിൽ പോരാൻ പറയും. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്: സീൻ മരുഭൂമി കടന്ന് കാദേശ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജനം എത്തിക്കഴിഞ്ഞപ്പോ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ല. കുടിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോ സ്വാഭാവികമായി അവർ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് പോലെ ജനം മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുത്തു, വഴക്കുണ്ടാക്കി. ഒരു മോശയുടെ മകനോട് പറഞ്ഞ്, ഞങ്ങളെ ഈ മരുഭൂമിക്ക് ഇട്ട് കൊല്ലാൻ വേണ്ടി നീ കൊണ്ടുവന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുത്തു, അവർക്കെതിരെ കലഹിച്ചു.
ജനത്തിന്റെ ഭീഷണിയും കുറ്റപ്പെടുത്തലും സഹിക്കാൻ പറ്റാതെ കർത്താവിന്റെ തിരുസന്നിധിയിലെത്തി സാഷ്ടാംഗം വീണ് കിടന്ന് മോശയും അഹറോനും കരയുമ്പോൾ ദൈവത്തിന്റെ ക്രോധം ആളിക്കത്തി. ദൈവം പറഞ്ഞു, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോവാണ്, ഞാൻ ഈ ജനത്തെ മുഴുവൻ തീയിറക്കി കൊന്നുകളയാൻ പോവാണ്. ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്ന് മോശയും അഹറോനും കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പറയും, കർത്താവേ, മരുഭൂമിയിലിട്ട് ഈജിപ്തിൽ നിന്ന് നീ അടിമത്തത്തിൽ നിന്ന് ചെങ്ങല പൊട്ടിച്ച് മോചിപ്പിച്ചു കൊണ്ടുവന്ന ഒരു ജനത്തെ മരുഭൂമിയിലിട്ട് നശിപ്പിച്ചുവെന്ന് വിജാതീയർ പറയാതിരിക്കേണ്ടതിന് ഈ ജനത്തോട് കരുണയാവണമേ എന്ന് പറഞ്ഞ് മോശയും അഹറോനും കർത്താവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്ന് സായാഹ്നം വരെ കരയുമ്പോൾ ദൈവം പറയും, നീ ഒരു കാര്യം ചെയ്യ്, നീ നേരെ ചെന്നിട്ട് ദൈവത്തിന്റെ വടിയും കയ്യിലെടുത്ത് നീ ജനത്തിനടുത്തേക്ക് ചെന്നിട്ട് ജനം നിൽക്കുന്ന സ്ഥലത്തുള്ള പാറയോട് ഈ വടി നീട്ടിക്കൊണ്ട് വെള്ളം പുറപ്പെടുവിക്കാൻ ആജ്ഞാപിക്കുക. ശ്രദ്ധിക്കുക, പാറയോട് പറയണം, ദൈവത്തിന്റെ വടി കയ്യിലെടുത്ത് പാറയോട് ചെന്നിട്ട് പറയണം, വെള്ളം തരാൻ പറയണം. ഇതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. മോശയ്ക്ക് അഹറോന് സമാധാനമായി അവർ എഴുന്നേറ്റ് ഈ ജനത്തിനടുത്തേക്ക് ചെല്ലുമ്പോ ഈ ജനത്തിന്റെ സ്വഭാവം കണ്ടിട്ട്, ഇവരുടെ പ്രതികരണം കണ്ടിട്ട്, ഇവരുടെ നിഷേധം കണ്ടിട്ട്, ഇവരുടെ അഹങ്കാരം കണ്ടിട്ട്, ഈ ജനം കാട്ടിക്കൂട്ടുന്ന അവിശ്വാസത്തിന്റെ കോപ്രായങ്ങൾ കണ്ടിട്ട് വൃദ്ധനായി മനുഷ്യന് അരിശം കയറി, കോപം കൊണ്ട് ജ്വലിച്ച്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് കയ്യിലിരുന്ന വടി മോശ പാറമേൽ 2 പ്രാവശ്യം ആഞ്ഞ് അടിച്ചു. ദൈവം പറഞ്ഞത് പാറയോട് വെള്ളം തരാൻ പറയുക. മോശ ചെയ്തത് പാറമേൽ അടിച്ചു. കാണുമ്പോ ചെറിയ കാര്യമാണ്, പക്ഷേ ഇത്രമാത്രം ദൈവത്തിന്റെ അത്ഭുത ശക്തി കണ്ട ഒരു മനുഷ്യൻ ചെങ്കടല് ഒരു വടി നീട്ടുമ്പോ 2 മുറിഞ്ഞു മാറുന്നത് കണ്ട മനുഷ്യനാണ്. കരങ്ങൾ ഉയർത്തി കരയുമ്പോൾ ആകാശം മന്ന പൊഴിക്കുന്നത് ഇയാൾ കണ്ടതാണ്. ജനം ഇറച്ചിക്ക് വേണ്ടി കിടന്ന് കരഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ കാടപ്പക്ഷികൾ വന്ന്, കിഴക്കൻ കാറ്റടിച്ച് കാടപ്പക്ഷി വന്ന് നിറയുന്നത് ഇയാൾ കണ്ടതാണ്. മരുഭൂമിയിലൂടെ ദൈവം മേഘത്തണലായും അഗ്നിസ്തംഭമായും ഒരു ജനത്തിന് രാവും പകലും കൂട്ടുപോകുന്നത് അയാൾ കണ്ടതാണ്. അങ്ങനെ അത്രമാത്രം ദൈവം പറഞ്ഞ മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും അത്ഭുതം സംഭവിക്കുന്നത്. 10ലധികം മഹാമാരികളിലൂടെ ഈജിപ്തിലെ ഫറവോയുടെ ജനം ദൈവത്താൽ ശാസിക്കപ്പെട്ട് അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ച് പുറത്തു കിടക്കുന്നത് കണ്ട ഈ മനുഷ്യൻ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നടക്കുമെന്നറിയാവുന്ന ഈ മനുഷ്യൻ ദൈവം പറഞ്ഞത് ഒരു ചെറിയ വ്യത്യാസം വരുത്തിയപ്പോ, ദൈവം പറഞ്ഞത് പാറയോട് വെള്ളം തരാനാണ്, മോശ ദേഷ്യം കൊണ്ട് പാറമേൽ അടിച്ചപ്പോ, പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാന് വേണമെങ്കിൽ മോശയെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കാമായിരുന്നു. നിന്നോട് അങ്ങനല്ലല്ലോ പറഞ്ഞത്, അതുകൊണ്ട് വെള്ളമില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ കർത്താവിന്റെ ശുശ്രൂഷകനെ മാനിച്ചു, നാണം കെടുത്തിയില്ല, ആളുകളുടെ മുമ്പിൽ ആക്ഷേപിച്ചില്ല. വെള്ളം വന്നു, ഇഷ്ടംപോലെ വെള്ളം വന്നു, ഇഷ്ടംപോലെ വെള്ളം കുടിച്ചു. ജനമെല്ലാം തൃപ്തരായി സന്തോഷത്തോടെ പാട്ടും പാടി പിരിഞ്ഞപ്പോ ഈ പാറയുടെ അടുത്ത് ഈ പാവ മനുഷ്യൻ കൂനിക്കൂടിയിരിക്കുമ്പോ കർത്താവ് മോശയെ വിളിച്ചു, മക്കളെ ഇങ്ങ് വരാൻ പറഞ്ഞു, നീ വാ. മോശ അടുത്തേക്ക് ചെല്ലുമ്പോ ദൈവം ചോദിച്ചു, നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? നിന്നോട് ഞാൻ പാറയ്ക്കിട്ട് അടിക്കാൻ പറഞ്ഞോ? എന്നിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ ജനത്തിന്റെ മുമ്പിൽ വെച്ച് നീ എന്നെ അവിശ്വസിച്ച് എന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തിയത് കൊണ്ട് കാനാൻ ദേശത്ത് നീ കാലുകുത്തില്ല. പ്രിയപ്പെട്ടവരെ, മോശ ചെയ്തത് എന്താണ്? മോശ ചെയ്തത് 2 തെറ്റാണ്. 1 അവിശ്വാസം, 2 അനുസരണക്കേട്. അവിശ്വാസം, അനുസരണക്കേട്. ശ്രദ്ധിക്കുക, ഈ 2 തെറ്റും ചെയ്ത 2 കൂട്ടരുണ്ട്. 1 സ്വർഗത്തിലാണ് ചെയ്തത്, 2 ഭൂമിയിലാണ് ചെയ്തത്. സ്വർഗത്തിൽ ചെയ്തത് ഒരു കൂട്ടം മാലാഖമാരാണ്. അവർ ദൈവത്തെ അവിശ്വസിച്ചു, ദൈവത്തോട് നിഷേധം കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു. അവരാണ് പിശാചുക്കളായത്. ഭൂമിയിൽ ചെയ്തത് ആദവും ഹവ്വയുമാണ്. അവരും ദൈവം പറഞ്ഞത് അവിശ്വസിച്ചു, പഴം പറിച്ചു തിന്നു, അനുസരണക്കേട് കാണിച്ചു. സ്വർഗത്തിലെ മാലാഖ ഈ തെറ്റ് ചെയ്തപ്പോ മാലാഖ സാത്താനായി. ഭൂമിയിലെ ആദവും ഹവ്വയും ഈ തെറ്റ് ചെയ്തപ്പോ അവർ ഏദൻ തോട്ടത്തിന് പുറത്താക്കപ്പെട്ടു.
അവർ ദൈവ സംസർഗത്തിൽ നിന്ന്, സമ്പർക്കത്തിൽ നിന്ന് വെളിയിലാക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, സാത്താൻ വന്നിട്ട് മരിച്ചു കിടക്കുന്ന മോശയുടെ ശരീരത്തിന്റെ മേൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് പറയുകയാണ്, അവിശ്വസിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്ത എന്നോട് ചെയ്തതുപോലെ, ആദത്തോട് ഹവ്വയോട് ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം, ഇവന്റെ ശരീരം എന്റെയാണ്. ഇതാണ് സാത്താന്റെ ക്ലെയിം. മനസ്സിലായല്ലോ പ്രിയപ്പെട്ടവരെ? ബൈബിള് വായിക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ സങ്കടം തോന്നിയിട്ടുണ്ട്. ദൈവം തമ്പുരാനെ ഈ കാനാനിലൊന്ന് കാലുകുത്തിച്ചിട്ട് ഇയാളെ എടുത്തുകൂടായിരുന്നു. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഈ അവസാന നിമിഷം കൊണ്ട് ഈ വല്യപ്പനെ ഈ മലയുടെ മണ്ടേ കൊണ്ടുപോയി മരിക്കാൻ വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് കാനാനിലൊന്ന് എത്തിച്ചിട്ട് അവിടെയുള്ള അത്യാവശ്യം ഒന്ന് കാര്യം ഒന്ന് കണ്ടിട്ട് ഒന്ന് കാലുകുത്തിയിട്ട് 40 കൊല്ലം ഇതുങ്ങളെയും കൊണ്ട് ഒരു പാവപ്പെട്ടവൻ ഈ മരുഭൂമിയിലൂടെ അലഞ്ഞതാണ് അല്ലെ, കാനാനിലൊന്ന് കയറ്റിയിട്ട് മരിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. അതായത്, നീ കാനാനിൽ കാലുകുത്തണ്ട, സാരമില്ല, പക്ഷെ നീ സ്വർഗത്തിൽ കാലുകുത്തണം. കാനാനിൽ കാലുകുത്തിയില്ലെങ്കിലും സ്വർഗത്തിൽ കാലുകുത്തണം. കാനാനിൽ മോശ കാലുകുത്തിയാൽ സാത്താൻ പറയും, നീ അനുസരണക്കേട് കാണിച്ചവനെതിരെ ഒന്നും ചെയ്തിട്ടില്ല, അവന്റെ മേൽ എനിക്കാണ് അവകാശം. ഈ സാത്താന്റെ അവകാശത്തെ ഉറപ്പിക്കാതിരിക്കാൻ വേണ്ടി അനുസരണക്കേടിന് ന്യായമായൊരു ശിക്ഷ കൊടുത്ത് ദൈവം കാനാനിൽ കാലുകുത്തിച്ചില്ലെങ്കിലും സ്വർഗത്തിലേക്ക് മോശയെ ശരീരത്തോടെ എടുത്തുകൊണ്ടുപോയി. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, മോശയുടെ ശരീരത്തിന്റെ മേൽ സാത്താൻ വന്ന് അവകാശം ഉന്നയിച്ചത് മോശയിൽ മരിക്കുന്നതിന് മുമ്പ് അനുതപിച്ച് തിരുത്താത്ത, മാപ്പ് ചോദിക്കാത്ത ഒരു പാപം കിടന്നതുകൊണ്ടാണ്. ആജീവനാന്തം ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ച മനുഷ്യനെ പക്ഷെ ദൈവം കൈവിട്ടില്ല എന്നുള്ളത് അതിന്റെ പരിപാലനയുടെ നല്ലൊരു പാഠം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതണം. ഒരു പാപം അനുതപിക്കാതെ എൻ്റെ ജീവിതത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ കിടന്നാൽ ആ പാപം സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ചവിട്ടിക്കേറാനുള്ള ഒരു എൻട്രി പോയിന്റായി മാറും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതായത്, ഒരു പാപം അനുദപിക്കാതെ കിടന്നാൽ സാത്താന് നമ്മുടെ മേൽ ഒരു ലീഗൽ ക്ലെയിം ഉണ്ടാവുകയാണ്. നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഡെലിവറൻസ് മിനിസ്റ്ററെ കൊണ്ട് ബന്ധിച്ച് ബഹിഷ്കരിച്ചാലും സാത്താൻ പോവില്ല. കാരണം അവനൊരു ലീഗൽ ക്ലെയിം നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഡെലിവറൻസ് ചെയ്യുന്ന ആരും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കുമ്പസാരിക്കാത്ത ഒരാളെയും ഡെലിവറൻസ് ചെയ്യില്ല. അതിന്റെ കാരണം, എത്ര കൊടികെട്ടിയ ഡെലിവറൻസ് ശുശ്രൂഷകർ ഡെലിവറൻസ് ചെയ്താലും സാത്താൻ വിട്ടുപോകണമെങ്കിൽ സാത്താന് നമ്മൾ തുറന്നുകൊടുത്ത വാതിലുകൾ നമ്മളായിട്ട് അടയ്ക്കണം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യണം. സാത്താന് നമ്മുടെ മേൽ ഒരു ലീഗൽ ക്ലെയിം കൊടുക്കരുത്. കൊടുക്കാതിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കുമ്പസാരം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയാ, ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി രണ്ടാമത്തെ ഉദാഹരണം, സഖറിയ പ്രവചനം 3-ാം അധ്യായത്തിൽ നമ്മൾ മറ്റൊരു ഭാഗം കാണുകയാണ്. സഖറിയ പ്രവചനം 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ്. സഖറിയ 3:1 മുതൽ, പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. കേട്ടെ, പ്രധാന പുരോഹിതനായ ജോഷുവ, മോശയുടെ ശിഷ്യനായ ജോഷുവ അല്ല, ഹൈപ്രീസ്റ്റ് ആയിരുന്ന യഹൂദന്മാരുടെ പ്രധാന പുരോഹിതനായിരുന്ന ഒരു ജോഷുവ. ആ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കർത്താവ് സഖറിയായിക്ക് കാണിച്ചു കൊടുത്തു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പ് നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ദൈവം പ്രവാചകന് കാണിച്ചു കൊടുത്തു. ഇനി ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് സാത്താൻ ജോഷുവയിൽ കുറ്റം ആരോപിച്ചത്? 3-ാം അധ്യായം 3-ാം വാക്യം, ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അതാണ് കാരണം. ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ, യഹൂദന്മാരുടെ ദേശത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്ന ആളായിരുന്നു പ്രധാന പുരോഹിതൻ. പ്രധാന പുരോഹിതന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് മാത്രം തന്നെ പ്രതിപാദിക്കുന്ന അധ്യായങ്ങളുണ്ട് വേദപുസ്തകത്തിൽ.
അത്രമാത്രം ശ്രദ്ധയോടെ വസ്ത്രം ധരിക്കണമെന്ന് ദൈവം ആവശ്യപ്പെട്ട പ്രധാന പുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നിന്നു എന്ന് പറഞ്ഞാൽ, പാപത്തിൽ വീണ് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രധാന പുരോഹിതനെ കർത്താവ് സക്കറിയായിക്ക് കാണിച്ചു കൊടുത്തു. പാപത്തിൽ വീണ ജോഷുവായുടെ മുമ്പിൽ സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി നിൽക്കുന്നത് കർത്താവ് കാണിച്ചു കൊടുത്തു. ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, നമ്മൾ എത്ര ഭക്തരാണെങ്കിലും, ഒരു ദിവസം 500 കൊന്ത ചൊല്ലുന്നവരാണെങ്കിലും, മുട്ടയിൽ നിന്ന് വേണ്ട തലകുത്തി നിന്ന് പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നവരാണെങ്കിലും, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അനുദപിക്കാത്തൊരു തെറ്റ് എന്റെയോ നിങ്ങളുടെ ജീവിതത്തിൽ കിടന്നാൽ നമ്മുടെ മേൽ സാത്താന് ഒരു ലീഗൽ ക്ലെയിം ഉണ്ടാവും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ അവകാശത്തെയാണ് കർത്താവ് കുമ്പസാരക്കൂട്ടിൽ വെച്ച് അടിച്ച് തകർത്ത് കളയുന്നത്. നല്ല കുമ്പസാരം നടത്തിയ ഒരു വ്യക്തി കുമ്പസാരക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ സാത്താൻ അവന്റെ മേലുള്ള സകല അവകാശങ്ങളും ഇല്ലാതാവും. നമ്മുടെ കുടുംബങ്ങളുടെ കെട്ടഴിയാൻ, നമ്മുടെ കുടുംബങ്ങളുടെ ചെങ്ങലകൾ പൊട്ടിപ്പോവാൻ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവശക്തി നിറയാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ എസൻഷ്യൽ റിക്വയർമെന്റ് ആണ് കുമ്പസാരം. നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല, നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന സൈക്കോളജിക്കൽ ആശ്വാസമാണ് കുമ്പസാരത്തിലൂടെ കിട്ടുന്നത്. അതല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സാത്താൻ ഏതെങ്കിലും മേഖലയിൽ ഒരു ആധിപത്യം ഉണ്ടെങ്കിൽ കുമ്പസാരക്കൂട്ടിൽ വെച്ച് അത് പൊട്ടിപ്പോവാണ്. ആ ലീഗൽ ക്ലെയിം ഇല്ലാതായി. ഇത് മനസ്സിലായോ? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ ഹല്ലേലൂയാ. അപ്പൊ എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ ന്യായം ഇതാണ്. നമ്മൾ എന്തുകൊണ്ട് കുമ്പസാരിക്കണം? ഒന്നാമത്തെ ന്യായം ഇതാണ്. സാത്താനോ അവന്റെ സൈന്യങ്ങൾക്കോ പൈശാചിക ശക്തികൾക്കോ എടാ നിന്റെ മേൽ എനിക്കാണ് അവകാശം എന്ന് പറയാൻ ഇടയാവരുത്. എല്ലാവരും പാപികളാണ്, ഒരുവൻ പോലും നീതിമാനായില്ല, സകലരും പാപത്താൽ മലിനമാക്കപ്പെട്ടവരാണ്. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാൽവരി കുരിശിൽ സാത്താന്റെ സകല അവകാശവാദങ്ങൾക്കും ദൈവം യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ മറുപടി പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, കുരിശ് വെട്ടിക്കീറിയാണ് കുമ്പസാരക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. കുരിശിൽ വെച്ച് സാത്താനെ ദൈവം പരാജയപ്പെടുത്തി. കുമ്പസാരക്കൂട്ടിൽ വെച്ച് ആ പരാജയപ്പെടുത്തിയ സാത്താന്റെ മേലുള്ള കർത്താവിന്റെ അധികാരം കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നു. ഒന്നാമത്തെ കാരണം ഇതാണ്, പിശാചിന് നമ്മുടെ മേലുള്ള എല്ലാ അധികാരങ്ങളും ഇല്ലാതാവും. കുമ്പസാരിച്ചതിന് ശേഷം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥന ആരംഭിക്ക്, വ്യത്യാസം വരുമെന്ന് നോക്കാം. കുമ്പസാരിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ വേണ്ടി ഒരു പ്രാർത്ഥന ആരംഭിക്ക്, മാറ്റം വരുമോ എന്ന് നോക്കാം. എവിടെയെങ്കിലും കൽപ്പന ലംഘനം കിടപ്പുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിയമലംഘനം ജീവിതത്തിൽ കിടപ്പുണ്ടെങ്കിൽ സാത്താൻ ആ വഴിയിലൂടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മുടെ മേൽ ആധിപത്യം പുലർത്തും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണടച്ച് ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ചത്തി സ്തുതിച്ച്, എല്ലാവരും സ്തുതിച്ചേ. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 നന്ദി. യേശുവേ ആരാധന ആരാധന ആരാധന. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സുഭാഷിതങ്ങൾ 28:13. സുഭാഷിതങ്ങൾ 28:13 കർത്താവിന്റെ വചനം പറയുകയാണ്, പാപം മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, എന്നാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇതാണ് രണ്ടാമത്തേത്. അതായത് പാപം മറച്ചു പിടിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ടാവില്ല? ഐശ്വര്യം ഉണ്ടാവില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. എന്നൊക്കെ പറഞ്ഞേ, പാപം മറച്ചു വെക്കുന്നവന്, പാപം മറച്ചു വെക്കുന്നവനല്ല, പാപം മറച്ചു വെക്കുന്നവന്, ഉറക്കെ പറഞ്ഞേ, പാപം മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. എന്നോട് പറഞ്ഞാലോ, പാപം മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ്, നമ്മൾ പാപം നമ്മുടെ ജീവിതത്തിൽ മറച്ചു പിടിച്ചാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ തട്ടിയും മുട്ടിയും കിടക്കുകയാണെങ്കിൽ, ഒരു പുരോഗതി ഉണ്ടാവാതെ കിടക്കുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ പിന്നിൽ നമ്മുടെ ഐശ്വര്യത്തെ നഷ്ടപ്പെടുത്തുന്ന പാപമേഖലകൾ ഉണ്ടോ എന്ന്
ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിക്കണം. പാപം മറച്ചു പിടിച്ച് വെക്കുന്ന ഒരു വ്യക്തിക്ക് ഐശ്വര്യം ഉണ്ടാവില്ല. എന്നാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന വ്യക്തിക്ക് കരുണ ലഭിക്കും. എനിക്കറിയാം, അനേകം ആളുകൾ പ്രാർത്ഥന ചോദിച്ചു വരുമ്പോൾ, പ്രാർത്ഥിക്കാനായിട്ട് ദൈവം സാഹചര്യം തരുമ്പോൾ കുമ്പസാരത്തിലേക്ക് അവരെ വിട്ടാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുമ്പസാരം കഴിയുമ്പോൾ ആ കുടുംബത്തിന്റെ കെട്ടഴിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് പ്രാർത്ഥിക്കേണ്ട പോലും വന്നിട്ടില്ല. ഹോസ്റ്റലില് ഞങ്ങള് ഷോജീച്ചനും ഉണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങളെ രണ്ടുപേരെയും കാണാൻ ആളുകൾ എപ്പോഴും വരും. അപ്പോ അങ്ങനെ വന്ന ഒരു കുടുംബത്തിന്റെ കാര്യം ഞാൻ പറയാം. ഞാനതിന് തൊട്ടടുത്ത ദിവസം ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ഇവര് വന്നു, വൈകുന്നേരമാണ് വരുന്നത്. അപ്പൊ എനിക്ക് ഒട്ടും നേരമില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ നാളെ വന്നിട്ട് ഷൂജിയച്ചൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കണം. കുമ്പസാരത്തിന് ഒരുക്കമായിട്ടുള്ള പേപ്പർ എല്ലാം അവരുടെ കൊടുത്തു വിട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നാളെ പോയി അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കണം. ഞാനൊരു 7 ദിവസം 8 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്നുകൂടെ വരണം. ഇതാണ് അവരോട് ഞാൻ പറഞ്ഞു വിടുന്നത്. അപ്പൊ ഇവര് ഞാൻ പറയുന്നത് കേട്ടിട്ട്, അപ്പൊ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് ദാമ്പത്യ ബന്ധം തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പറ്റുന്നില്ല, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല, ഇയാൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു കുടുംബം. ഇത്തിരി ദൂരെ നിന്നാണ് ഇവർ വന്നിരിക്കുന്നത്. കാട്ടാക്കട ആ ഭാഗത്തു നിന്നാണ് ഈ കുടുംബം വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ വെളുപ്പിനെ പോവാണ്, എനിക്ക് ഒട്ടും നേരമില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു വിടാം, നിങ്ങളൊരു കാര്യം ചെയ്യേ, നല്ല കുമ്പസാരം നടത്ത്. അച്ഛൻ ഇവിടെ ഉണ്ട്, അച്ഛനോട് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, നിങ്ങൾ കുമ്പസാരിക്ക്, എന്നിട്ട് നിങ്ങൾ ഒരു 7 ദിവസം കഴിഞ്ഞ് എന്നെ കാണാൻ വരും. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബം വന്നിട്ട് പിറ്റേ ദിവസം അച്ഛൻ്റെ അടുത്ത് പോയി ഇവര് കുമ്പസാരിച്ചു. കുമ്പസാരിച്ചിട്ട് അവർ തിരിച്ചുപോയി. ഞാൻ വന്നു കഴിഞ്ഞപ്പോ ഈ കുടുംബം എന്നെ കാണാൻ വന്നു. കാണാൻ വരുമ്പോ ഞാൻ അവരോട് പ്രാർത്ഥിക്കേണ്ട മേഖലകൾ ചോദിക്കുന്നതിന് മുമ്പേ അവരെൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ ഞങ്ങൾ നന്ദി പറയാൻ വന്നതാണ്, പ്രാർത്ഥിക്കാൻ വന്നതല്ല, ഞങ്ങൾ നന്ദി പറയാൻ വന്നതാണ്. അതായത് ഞങ്ങള് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ച് വീട്ടിൽ പോയതോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്ന വിഷയങ്ങളിലെല്ലാം കർത്താവ് ഇടപെട്ടു. ഞങ്ങൾ അതിന് നന്ദി പറയാൻ വേണ്ടി ഷോജിച്ചനെ കണ്ട് ഞങ്ങൾ നന്ദി പറഞ്ഞു. ഇനി അച്ഛൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു വിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സമയം കളയേണ്ട യാതൊരു ആവശ്യമേ വരുന്നില്ല. അവിടെ കുമ്പസാരത്തിലൂടെ ഈ കുടുംബത്തിന്റെ കെട്ടഴിഞ്ഞിട്ട് അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം തടയപ്പെട്ടിരുന്ന മേഖലയിലേക്ക് കർത്താവിന്റെ കൃപ വ്യാപിക്കുകയാണ്. ഞാൻ മറ്റൊരനുഭവം ഓർക്കുന്നുണ്ട്. റാന്നിക്കടുത്ത് അങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു പള്ളിയിൽ ഞങ്ങൾ ഇതുപോലെ ധ്യാനം നടത്തുകയാണ്. കുമ്പസാരത്തിന്റെ ക്ലാസ് എടുത്തു. എന്നിട്ട് ധ്യാനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോയി. ഇപ്പൊ ഞാൻ അടൂരിനടുത്തൊരു പള്ളിയിൽ താമസിക്കുന്നു. ഇപ്പൊ ഒരു അമ്മ എന്നെ കാണാൻ വേണ്ടി പല ദിവസങ്ങളിൽ ആ പള്ളി വന്നു. ഇപ്പോഴൊന്നും ഞാൻ അവിടെ ഇല്ല, ഞാൻ യാത്രയിലാണ്. അപ്പൊ എന്റെ ഇടവക്കാരൻ ഒരു ദിവസം ഞാൻ വന്നപ്പോ എന്നോട് പറയുകയാണ്, അച്ഛാ ഇങ്ങനൊന്നും ആരോടും ചെയ്യരുത്. ഞാൻ ചോദിച്ചു എന്നാ? അപ്പൊ ഈ മനുഷ്യൻ പറയാണ്, 5 തവണയാണ് ഒരു സ്ത്രീ വന്നത് അച്ഛനെ കാണാൻ വേണ്ടി, ഒരു ദൂരെ നിന്ന് വന്നാണ്, ഇങ്ങനൊന്നും അങ്ങനെ ചെയ്യരുത് ആരോട്. ഈ മനുഷ്യൻ എന്നോട് പറയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ സ്ത്രീ വന്ന കാര്യം അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ചേട്ടൻ വരും പറയുമ്പോഴേ ഞാനിത് അറിയുന്നത്, എന്നോട് പറഞ്ഞിട്ടില്ല വരുമെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി ആ ചേച്ചി ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അവരുടെ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ അച്ഛാ ദയവ് ഇതൊന്ന് വിളിച്ചിട്ട് അവരോട് എന്നാ വരണ്ടേന്ന് പറഞ്ഞാൽ അവർ അന്ന് വന്നോളൂ. ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്. അപ്പൊ ഞാൻ ആ നമ്പർ വാങ്ങിച്ചു, ഈ ചേച്ചിയെ വിളിച്ചു, എന്നിട്ട് അടുത്ത ദിവസം വരാൻ പറഞ്ഞു. ഈ സഹോദരി വന്നു. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട കുടുംബത്തിലെ, നിവൃത്തിയില്ലാത്ത കുടുംബത്തിലെ വാടക വീട്ടിൽ കിടക്കുന്ന ഒരു പാവം അമ്മ. ഞാൻ അമ്മയോട് ചോദിച്ചു, എൻ്റെ അമ്മ എന്തിനാ വന്നേ? അപ്പൊ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ കുമ്പസാരിക്കാൻ വന്ന, ഇത് 6ാമത്തെ തവണയായി വരുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മച്ചി, 36 കിലോമീറ്ററിനിടയിൽ എത്രയോ പള്ളിയും എത്രയോ അച്ഛന്മാരും ഉണ്ട്. എൻ്റെ അമ്മച്ചി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടെ ഈ 6ാമത്തെ തവണ ഇവിടെ വന്നത്? ഒരു തവണ വരുമ്പോ നമ്മുടെ സ്വഭാവം അറിയത്തില്ലേ, എന്തിനാ വന്നേ? അപ്പോ ഈ അമ്മേൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ ഞാൻ ആ ധ്യാനം കൂടിയപ്പോ എനിക്ക് തോന്നി എനിക്ക് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കണം. ഞാൻ പറഞ്ഞു, അതൊരു വല്ലാത്ത നിർബന്ധമാണ്, അങ്ങനെ കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല, എല്ലാ അച്ഛന്മാരും കുമ്പസാരിപ്പിച്ചാലും പാവം കർത്താവ് ക്ഷമിക്കുന്നുണ്ട്. അപ്പൊ അമ്മച്ചി പറഞ്ഞു, എൻ്റെ ഒരു സമാധാനത്തിനാ അച്ഛാ ഞാൻ കുമ്പസാരിച്ചോട്ടെ. അപ്പൊ ഞാൻ മുറിയിലാണ്, ഈ അമ്മച്ചി എൻ്റെ മുറിയിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്നാ കുമ്പസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ അമ്മച്ചിയെ കുമ്പസാരിപ്പിച്ചു. അപ്പൊ അമ്മച്ചി ഈ പേപ്പറിനകത്തൊക്കെ കുറിച്ചൊക്കെ വന്നിരിക്കുകയാണ്. കുറേ സമയം എടുത്ത് അമ്മച്ചി നന്നായിട്ട് കുമ്പസാരിച്ചു. കുമ്പസാരിച്ച് കഴിഞ്ഞ് ഈ അമ്മ എൻ്റെ കാലേ പിടിച്ചു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. ഞാനത് കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നുണ്ട്, വിശദാംശങ്ങൾ സഹിതം പറയുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എൻ്റെ ഒരു സമാധാനത്തിൽ അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. എഴുന്നേപ്പിച്ചു.
എഴുന്നേപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തലേ കൈ വെക്കുമ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിക്ക് എന്നാ പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഒത്തിരി കൊല്ലമായിട്ട് ഞാനും ഭർത്താവും മക്കളും ഒക്കെ കഷ്ടപ്പെടുകയാണ്, 1 ഇഞ്ച് മണ്ണ് പോലും സ്വന്തമായിട്ടില്ല, ഇപ്പോഴും വാടക വീട്ടിൽ കിടക്കുകയാണ്. ധ്യാനം കൂടിയപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ എൻ്റെ തെറ്റുകളൊക്കെ കാരണമാണോ ഞങ്ങൾക്കൊരു പുരോഗതി ഉണ്ടാവാത്തത്? എനിക്ക് കുമ്പസാരിക്കണം. അപ്പോൾ ഒത്തിരി വർഷങ്ങളുടെ കുമ്പസാരമാണ് വന്ന് നടത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പ്രാർത്ഥിച്ചു. ഇത് പോയി. കൃത്യം പിറ്റേ മാസം ഉടുമ്പൻ പള്ളിയിലെ ആദ്യ ഞായറാഴ്ച ധ്യാനത്തിന് കൃത്യം പിറ്റേ മാസം ഈ അമ്മ വന്നിട്ട് ഒരു കുറിപ്പ് എഴുതിക്കൊണ്ട് തന്നിട്ടുണ്ട്. എഴുന്നേറ്റ് വന്ന് പറയാനുള്ള മടിക്ക് ഇതെല്ലാം എഴുതിക്കൊണ്ട് തന്നിരിക്കുകയാണ്. അതായത് ആ ഒറ്റ മാസത്തിനുള്ളിൽ ഈ സ്ത്രീ 10 സെന്റ് സ്ഥലം വാങ്ങിച്ച് സ്വന്തമായിട്ട് ആദ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടായി. അതിനുശേഷം അവർ വീട് വെക്കാൻ ആലോചിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ആ അമ്മ എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നല്ല ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ പറയാനുണ്ട്. കുമ്പസാരിക്കുമ്പോൾ കുടുംബത്തിന്റെ കെട്ടുകൾ ഓരോന്നഴിയും. അതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താന്ന് വെച്ചാൽ, കൽപ്പന ലംഘനം വഴി വന്ന തകർച്ച, കൽപ്പന ലംഘനം തിരുത്തി അനുദപിച്ചേറ്റ് പറഞ്ഞ് പാപം തിരുത്താൻ തയ്യാറാവുമ്പോൾ കൽപ്പന ലംഘനം വഴി വന്ന തകർച്ച പെട്ടെന്ന് എടുത്തു മാറ്റപ്പെടും. ഞാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ രോഗങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അത് പറയാം. എല്ലാം ഒത്തിരി അനുഭവങ്ങളിലൂടെ എനിക്ക് ബോധ്യം വന്നിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നല്ല കുമ്പസാരം നടത്തുമ്പോൾ ദൈവത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടുന്നില്ല. മറിച്ച് നല്ല കുമ്പസാരം നടത്തുന്ന സമയത്ത് നമ്മുടെ മേൽ ദൈവത്തിന്റെ ശക്തി വരികയാണ്. നമ്മുടെ മേൽ സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകൾ ഓരോന്നായി കുമ്പസാരത്തിലൂടെ അഴിഞ്ഞു പോകണം. ഞാൻ വളരെ വ്യക്തിപരമായ ഒരു ഉദാഹരണം പറയാൻ പാടില്ലാത്തതാണ് ഇങ്ങനെയുള്ള പബ്ലിക്കായ വേദികളിൽ, എങ്കിലും പറയാം. അതായത് ഞാൻ ഒരുപാട് കാലമായിട്ട് ചില ആത്മീയ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ പ്രാർത്ഥനയൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്, കാര്യങ്ങൾ അങ്ങോട്ട് പുരോഗതി പ്രാപിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ കേരളത്തിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ അവരുടെ ശുശ്രൂഷകരെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവിടെ ഒരു ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സങ്കടം വന്നു. സങ്കടത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ആരും കുറ്റം പറഞ്ഞതിന്റെ സങ്കടമല്ല, ആരെയും വിഷമിപ്പിച്ചതിന്റെ സങ്കടമല്ല. പക്ഷെ എൻ്റെ അകത്തുനിന്ന് ഭയങ്കര ഒരു വേദന വരികയാണ്. ആ വേദനയിൽ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ രഹസ്യം ചൊല്ലി എനിക്ക് 5ാമത്തെ രഹസ്യം ചൊല്ലാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ഏങ്ങലടിച്ച് കരയുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്തിനാ കരയുന്നേ. ഈ വലിയൊരു കണ്ട നാണക്കേടല്ലേ, ധ്യാനിപ്പിക്കാൻ വന്ന അച്ഛൻ ഇവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക, നാണക്കേടല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ചാപ്പലിന്റെ കതകും ജനലെല്ലാം അടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ഞാൻ അതിനകത്ത് ഇരുന്ന് ഇത് ആരും കാണണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര വിഷമം വന്നു. അപ്പൊ അതൊന്ന് ശാന്തമായി കഴിയുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി മുഖമൊക്കെ കഴുകി പുറത്തേക്ക് താഴേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ പെട്ടെന്ന് ഓടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു സമയം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അച്ഛൻ ഈ സമയത്ത് എന്തെടുക്കാരും ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് സിസ്റ്ററിനോട് പറയണോ? ഞാൻ പറയാൻ പറഞ്ഞു. അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മുന്നേ സിസ്റ്ററെ അവിടെ ഇരുന്ന് കരയായിരുന്നു. അപ്പൊ ഈ സിസ്റ്റർ എന്നോട് പറയാണ്, എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛൻ്റെ അടുത്തോട്ട് വരാൻ എന്നെ ഓടിച്ചു വിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ബോധ്യം വന്നു, ഒരു സംശയം തോന്നിയില്ല. കാരണം ഞാൻ എന്തിനാ കരഞ്ഞതെന്ന് തന്നെ എനിക്കറിയാം. അപ്പോൾ എന്തോ കർത്താവ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ നമുക്ക് അച്ഛന് സമയമുണ്ടോ, നമുക്കൊന്ന് ഇരിക്കാൻ തുടങ്ങാം, നമുക്കിരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലോ? പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് ഒരു 2.5 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സെമിനാരി കാലത്ത് ഗൗരവതരമായി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 2 തെറ്റുകളെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. തെറ്റുകൾ എന്താണെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും, പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു വിരോധമില്ല. അതായത് ഞാൻ കുറെ അധികം ആവശ്യമില്ലാത്ത പുസ്തകങ്ങളും ആവശ്യമില്ലാത്ത വായനകളും ചിന്തകളും ഒക്കെ നടന്നൊരു കാലത്ത് എൻ്റെ തലയിൽ എല്ലാ മതങ്ങളും ഒന്നാണ്, യേശുക്രിസ്തു ഏകരക്ഷകനൊന്നും അല്ല, ഇങ്ങനെ ഒരു ആശയം ഒരു കാലത്തുണ്ടായിരുന്നു. ഇത് എന്നെ പോലെ ഒരാളെ സംബന്ധിച്ച് 1ാമത്തെ കൽപ്പന ലംഘനമാണ്. ഇത് ഗുരുതരമായ തെറ്റാണ്. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന യേശു ഏകരക്ഷകനാണെന്ന്. പക്ഷെ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇതല്ലെന്ന് കൃത്യമായി ബ്ലണ്ടായി ഒരു പൊതുപരീക്ഷാ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ സെമിനാരിയിൽ എനിക്ക് വിശ്വാസമില്ല, എന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പ്രേരിപ്പിക്കണമെന്ന് അവർ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്.
അപ്പോ ഇത് വളരെ ഗുരുതരമായിരുന്നു. എന്നാൽ ഞാൻ ഇന്നുവരെ അത് ഒരു തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് കുമ്പസാരക്കൂട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. രണ്ടാമതായി, ഒരിക്കലും ഒരു കത്തോലിക്ക പുരോഹിതൻ വായിച്ചുകൂടാത്ത ഒരു എഴുത്തുകാരന്റെ 36 പുസ്തകങ്ങൾ എന്റെ മുറിയിലുണ്ടായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല, പബ്ലിക്കായിട്ടൊരു വേദിയിലും പിന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല പേര്. ഒരു എഴുത്തുകാരൻ, നമ്മൾ വായിക്കാൻ പാടില്ലാത്ത മോശപ്പെട്ട അശ്ലീല പുസ്തകമൊന്നുമല്ല, കത്തോലിക്ക വിരുദ്ധ ആശയങ്ങളാണ് അയാൾ എഴുതുന്നത്. ഞാൻ ഈ ഒരു കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ച് നടന്നൊരു കാലമുണ്ട്. ആ കാലത്ത് ഞാൻ ഈ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കളഞ്ഞിട്ടൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടതല്ല. കർത്താവ് അതും കാണിച്ചു തന്നു കൃത്യമായിട്ടാണ്, ഊഹാഭോഗങ്ങളൊന്നും പറയല്ല, കൃത്യമായിട്ട് കാണിച്ചു തന്നു. എന്നിട്ട് ഈ സിസ്റ്ററിലൂടെ പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഇത് 2 ചെങ്ങലയാണ്, ഇതാണ് അച്ഛനെ കെട്ടിയിട്ടിരിക്കുന്നത്. അച്ഛൻ ഇത് കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു കെട്ടഴിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ തന്നെ ഞാൻ പോയി കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധി കുമ്പസാരിച്ചു. മുറിയിൽ വീട്ടിൽ തിരിച്ചു വന്ന ഉടനെ തന്നെ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്ന ഉടനെ ഈ പുസ്തകങ്ങൾ ഞാൻ കത്തിച്ചു കളയും ചെയ്തു. എനിക്ക് കൃത്യമായി അടയാളപ്പെടുത്താവുന്ന രീതിയിൽ ഞാനൊരു ജീവചരിത്രം എഴുതിയാൽ എനിക്ക് കൃത്യമായി രേഖപ്പെടുത്താവുന്ന വിധത്തിൽ പിറ്റേ ദിവസം മുതൽ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഒരു പാപം കണ്ടോ, അനുദപിക്കാതെ കിടക്കുന്ന ഒരു പാപം, ഒരു വൈദികൻ, ഒരു പുരോഹിതൻ എന്ന നിലയിൽ എന്നിലൂടെ വെളിപ്പെടേണ്ട കൃപകളെ തടഞ്ഞു വെക്കുന്നത് എൻ്റെ മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന ഒരു പാപമാണ്. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഞാൻ ഇത്രയും ബ്ലണ്ടായി ഓപ്പണായി നിങ്ങളോട് പറയുന്നത് ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത വരണം എന്നാഗ്രഹിച്ചിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സുഭാഷിതം 28:13 ലിറ്ററലി ട്രൂ ആണ്. പറയുകയാണ്, പാപം മറച്ചു വെക്കുന്നവന് എന്തുണ്ടാവില്ല? ഐശ്വര്യം ഉണ്ടാവില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ കിട്ടും. ഞാൻ ഇതുപോലെ മറ്റൊരനുഭവം നിങ്ങളോട് പറയാം. ഞാൻ അങ്ങനെ കുമ്പസാരിച്ച് കർത്താവ് എന്നെ അഭിഷേകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ, ഞാൻ ഒരു ദിവസം കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചു, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ ഇനി കുമ്പസാരക്കൂട്ടിൽ പറയാനുണ്ടെങ്കിൽ നീ എനിക്കൊന്ന് കാണിച്ചു തരണേ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാനൊരു അരമണിക്കൂർ കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏറ്റുപറയാത്ത ഒരു പാപത്തെക്കുറിച്ചാണ്. അത് ഞാനിവിടെ ഈ സെന്റ് മേരീസ് പ്രസ്സിൽ ക്രൈസ്തവ കാകളത്തിന് സഹായിക്കുന്ന റീജന്റ് ബ്രദറായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു സഹോദരൻ എന്നോട് നാളും തീയതിയൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കമ്പ്യൂട്ടർ ജാതകം എടുത്തു തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, ഇതൊന്നും ഒരു ധ്യാന ഗുരുക്കന്മാരും പൊതുവേദി പറയുന്ന കാര്യങ്ങളല്ല. നമ്മളൊരു ലോക്കൽ ആയതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അതായത് സാധാരണ ധ്യാന ഗുരുക്കന്മാരൊന്നും അവരുടെ കൊള്ളരി നയമങ്ങളൊന്നും പറയുന്നതല്ല. അപ്പൊ ഈ ആൾ, എൻ്റെ ഈ ചങ്ങാതി എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ജാതകം ഞാൻ എടുത്തു തരാം, അച്ഛൻ്റെ നാളും തീയതി. അപ്പൊ ഞാൻ ഇതൊക്കെ തപ്പിപ്പിടിച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ കമ്പ്യൂട്ടർ ജാതകം ഇയാൾ എടുത്ത്, ഞാൻ ഇതിനകത്ത് എനിക്ക് വിശ്വാസം ഇല്ല, അന്നും ഇല്ല ഇന്നും ഇല്ല. പക്ഷെ ഞാനിത് വായിച്ചിട്ട് ഇത് എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ പുസ്തകങ്ങളുടെയും ഡോക്യുമെന്റുകളുടെയും കൂട്ടത്തിൽ ഈ സാധനം ഉണ്ട്. വർഷങ്ങൾ ഒത്തിരിയായി എന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ആ കാര്യം അന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഓടിച്ചെന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ അടുത്ത് പെട്ടെന്ന് പോയി അത് കുമ്പസാരി ഈ സാധനം കണ്ടുപിടിച്ച് കത്തിച്ചു കളയും. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കൃപയിൽ നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അഭിഷേകത്തിൽ നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തികവും ആത്മീയവുമായ മേഖല വളരപ്പെടാതെ കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, അതിൽ നിന്ന് മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മശോധന ചെയ്ത് തിന്മകൾ കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ കൃപ കിട്ടും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് രണ്ടാമത്തെ കാരണം. പാപം മറച്ചു പിടിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. മൂന്നാമത്തേത് സങ്കീർത്തനം 39:11. പാപത്തിന് ഒരു അപകടമുണ്ട്. സങ്കീർത്തനം 39:11 ഇങ്ങനെ പറയുന്നു, പാപം നിമിത്തം അവിടുന്ന് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെ കീടത്തെ പോലെ നശിപ്പിക്കും. ശ്രദ്ധിക്കുക, സങ്കീർത്തനം 39:11 പറയുകയാണ്, പാപത്തിന് ഭയങ്കര ഒരു അപകടമുണ്ട്. അപകടം എന്താണ്? ഒരു പാപം തിരുത്താതെ, ഒരു പാപത്തിൽ ആനന്ദിച്ച്, ഒരു പാപത്തിൽ സന്തോഷിച്ച്, ഒരു പാപം സാരമില്ല എന്ന് വിചാരിച്ച് കൊണ്ടു നടക്കുമ്പോ കർത്താവ് അനേക അവസരങ്ങൾ തന്ന് നമ്മളെ വീണ്ടെടുക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ ആ വഴിയൊന്നും പോകാതെ ഇതൊന്നും സാരമില്ല,
നിയമാവർത്തനം 29:18 മുതലുള്ള വചനങ്ങളിൽ പറയുന്നത് പോലെ വരണ്ടതും കുതിർന്നതും ഒന്ന് തന്നെ എന്ന ഭാവത്തിൽ ഞാൻ എങ്ങനെ നടന്നാലും സാരമില്ല, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് സ്വയം ആശീർവദിക്കുന്ന രീതിയിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ, നിയമാവർത്തനം 29:18 മുതലുള്ള വചനത്തിൽ പറയുകയാണ്, വരണ്ടതും കുതിർന്നതും ഒന്ന് തന്നെ എന്ന ഭാവത്തിൽ ഞാൻ എങ്ങനെ നടന്നാലും സാരമില്ല, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് തന്നെ തന്നെ ആശീർവദിക്കുന്ന ആളുകളുണ്ട്. കർത്താവ് പറയാണ്, ദൈവം അവരോട് ക്ഷമിക്കില്ല. ആകാശത്തിന് കീഴിൽ അവരുടെ നാമം ദൈവം തുടച്ചു മാറ്റും. ഈ പുസ്തകത്തിൽ പറയുന്ന ശിക്ഷകളൊക്കെ അവരുടെ മേൽ പതിക്കും. കഠിനമായ വാക്കുകളാണ് കർത്താവ് പറയുന്നത്. ഞാൻ ഇന്ന് ആലപ്പുഴക്കാരനായ പുന്നപ്ര സ്വദേശിയായ മാത്യു ആൽബിനെ കുറിച്ച് വായിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. 7 പേരെ കൊന്ന ആളാണ്. 150 ക്രിമിനൽ കേസിൽ പ്രതിയാണ്. 150 ക്രിമിനൽ കേസ്, 7 കൊലപാതക കേസ്. പ്രതിയായിട്ട് 11 വർഷം ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ഈ മനുഷ്യൻ ആലപ്പുഴ IMSലെ ധീരജച്ചന്റെ അടുത്ത് കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ച് ഇന്ന് ആലപ്പുഴയിൽ മാനസിക രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് സ്നേഹാലയം എന്ന് പറയുന്ന 200ഓളം മാനസിക രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, 7 പേരെ പച്ചയ്ക്ക് കൊന്ന മാത്യു ആൽബിനോട് ദൈവം തമ്പുരാൻ ക്ഷമിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കരിക്കൽ വില്ല കൊലക്കേസ്. ഒരു അപ്പച്ചനെയും അമ്മച്ചയും ഒരു നൈജീരിയക്കാരന്റെ സഹായത്തോടെ കൊലപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരൻ, റെനി ജോർജ് എന്ന ചെറുപ്പക്കാരൻ. അയാൾ ഇന്ന് മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ആളാണ്. അയാളോട് ദൈവം ക്ഷമിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞ നിക്കി ക്രൂസിനോട് ദൈവം ക്ഷമിച്ചു. എന്ന് പറഞ്ഞാൽ മാരകമായ പാപത്തിനടിമയായിരുന്ന അനേകം ആളുകൾ, എത്രയോ അശ്ലീല സിനിമകളിൽ അഭിനയിച്ചിരുന്ന എത്രയോ സ്ത്രീകൾ മാനസാന്തരപ്പെട്ട് സുവിശേഷം പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളോടൊക്കെ ദൈവം ക്ഷമിച്ചു. കർത്താവ് ക്ഷമിക്കും. പക്ഷേ വചനം പറയുകയാണ്, ദൈവം ക്ഷമിക്കില്ല. ആരോട്? എനിക്ക് പാപമില്ല, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു തെറ്റുമില്ല, ഞാൻ എങ്ങനെ നടന്നാലും സാരമില്ല, എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞ് തന്നെ തന്നെ ആശീർവദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എന്ന് പറഞ്ഞാൽ അവർക്ക് കുമ്പസാരത്തിന്റെ ആവശ്യം തോന്നുന്നില്ല. അവർ പറയാണ്, നമുക്കിപ്പോ എന്നാ പാപം, ഇതൊക്കെ ഇപ്പൊ ആരാ ചെയ്യാത്ത അല്ലേ? ഒരുത്തൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഈ ധ്യാന ഗുരുക്കന്മാർക്ക് അങ്ങനെ പറയാം, ഇതിപ്പോ ഇതൊക്കെ ആരാ ചെയ്യാത്ത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം പറഞ്ഞ് ഇപ്പൊ ജീവിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവർ, ഇങ്ങനെ പറഞ്ഞ് തന്നെ തന്നെ ആശീർവദിക്കുന്ന ആളുകളുണ്ട്. കർത്താവിന്റെ വചനം പറയുകയാണ്, അവരോട് ദൈവം ക്ഷമിക്കില്ല. പക്ഷെ അത് പറയാനല്ല ഞാൻ വന്നത്. സങ്കീർത്തനം 39:11 കർത്താവ് പറയുകയാണ്, എഴുതിയതാണ്, ഇങ്ങോട്ട് നോക്കുക. സങ്കീർത്തനം 39:11 പറയുകയാണ്, പാപം നിമിത്തം അവിടുന്ന് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ പാപം ഒരു വ്യക്തി തിരുത്താതെ, പാപത്തെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ പാപം മനസ്സിലും ശരീരത്തിലും ആത്മാവിലും കൊണ്ടു നടക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത്? അവൻ ഏറ്റവും പ്രിയങ്കരമായതിനെ കീടത്തെ പോലെ നശിപ്പിക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ. ഇത് പറയണ്ടെന്ന് ഞാൻ ചിലപ്പോൾ ഓർക്കും. കാരണം വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയണ്ടെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും. പക്ഷെ ഇത് വാസ്തവമാണ്, ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് പാപം നിമിത്തം, പാപം തിരുത്താതെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ മേൽ ദൈവം കൈവെക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ 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 ഗൗരവമായി നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു ആത്മീയ സത്യമാണ്. ഇത് ഏറ്റവും കൂടുതൽ എത്രയോ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അനേകം കുടുംബങ്ങളിൽ തകർച്ചകൾ വരുന്നതിന്റെ കാരണം, തകർച്ചകൾ ആവർത്തിക്കുന്നതിന്റെ കാരണം, ഒരു തെറ്റും ചെയ്യാത്ത പലരും ശിക്ഷ ഏറ്റുവാങ്ങുന്നതിന്റെ കാരണം അവരുടെ പ്രിയപ്പെട്ടവരുടെ പാപമാണ്. നമ്മൾ ഒരൊറ്റപ്പെട്ട വ്യക്തിയല്ല, ഭർത്താവ് ഒരൊറ്റപ്പെട്ട വ്യക്തിയല്ല, ഭാര്യ ഒരൊറ്റപ്പെട്ട വ്യക്തിയല്ല, മക്കള് ഒറ്റപ്പെട്ട വ്യക്തികളല്ല, ഒരു യൂണിറ്റാണിത്. ഈ യൂണിറ്റിന്റെ മേലാണ് ദൈവത്തിന്റെ അനുഗ്രഹമോ ദൈവത്തിന്റെ അനുഗ്രഹമില്ലായ്മയോ വരുന്നത്. ഇതിന്റെ പ്രിയപ്പെട്ട മക്കളെ സത്യസന്ധതയോടെ തിരിച്ചറിയണം, വ്യക്തമായിട്ട് തിരിച്ചറിയണം. പാപം നിമിത്തം ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവൻ ഏറ്റവും പ്രിയങ്കരമായതിനെ കീടത്തെ പോലെ നശിപ്പിക്കും. സംഖ്യയുടെ പുസ്തകം 32:23 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളണം. ഈ 2 കാര്യങ്ങൾ ചേർത്ത് വെച്ച്, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളണം, പാപം നിമിത്തം ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിൻ്റെ മേൽ ദൈവം കൈവെക്കും. പ്രിയപ്പെട്ടവരെ, എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ഞാൻ പറയാം. എനിക്ക് ഈ കാര്യങ്ങൾ ദൈവം എത്രയോ സത്യസന്ധമായിട്ടാണ് തിരുവചനത്തിൽ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ജീവിതാനുഭവങ്ങൾ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്.
ഞാൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെയുള്ള എന്നെ വിളിച്ച ശുശ്രൂഷയ്ക്ക് ധ്യാനത്തിന് വിളിച്ച വികാരിച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛനെ ഒരാഴ്ച ഞങ്ങൾ വിളിക്കുമ്പോൾ അച്ഛനെ കൊണ്ട് മാക്സിമം ജോലി ചെയ്യിപ്പിക്കാനാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് അച്ഛന് വിശ്രമമില്ല ഈ ആഴ്ച. അച്ഛൻ അതുകൊണ്ട് വിശ്രമിക്കാൻ വേണ്ടി അച്ഛൻ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തിക്കോണം. വിശ്രമമില്ല. രാവിലെ മുതൽ ഒരു 12 മണി വരെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നമുക്ക് കൃത്യം 1:30 ഇറങ്ങണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ വേണേ കുറച്ച് സമയം കിടന്നു. ഭക്ഷണം എല്ലാം കഴിച്ച് അവിടുന്ന് തിരിച്ച് മുറിയിലേക്ക് വരുമ്പോൾ അച്ഛൻ പറഞ്ഞ സമയത്ത് ഇറങ്ങണമെങ്കിൽ ഇനി ഏതാണ്ട് ഒരു 20 മിനിറ്റ് കൂടെ സമയമുണ്ട്. അത്രേ സമയമുള്ളൂ. ഭക്ഷണം കഴിക്കാൻ പോയി, ദൂരെ വണ്ടിയിൽ പോയി തിരിച്ചു വന്ന് മുറിയിലിട്ട് കയറുന്ന സമയത്ത് ഇനി 20 മിനിറ്റ് കൂടെ ഉണ്ട് അച്ഛൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഒരു 10 മിനിറ്റ് വേണേ ഒന്ന് പോയി കിടന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി ഉടുപ്പൂരി കിടക്കാന്ന് വിചാരിച്ച് ഫോൺ ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഒരു ഫോൺ വന്നു. അപ്പൊ ഒരു മനുഷ്യൻ അതിനകത്തോട് വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ അച്ഛാ, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്, എനിക്കൊരു 10 മിനിറ്റ് തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഇനി തൊട്ടടുത്ത് എൻ്റെ മരണമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ പിന്നെ അയാളോട് വരണ്ടാന്ന് പറയാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞു, ഇത് വിശ്രമിക്കാമെന്ന് വിചാരിച്ച സമയമായിരുന്നു, ഏതായാലും ചേട്ടൻ വന്നോളാൻ പറഞ്ഞു. പെട്ടെന്ന് ഇയാൾ വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ വാവിട്ട് കരയുകയാണ്. അയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഒരിക്കലും ഒരു ഭർത്താവ് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാൾ പറഞ്ഞു, ഞാനൊരു സാധു പെൺകുട്ടിയെ ഒരു പൈസ പോലും വാങ്ങാതെ എൻ്റെ സ്വന്തം ചെലവിൽ കല്യാണം കഴിച്ച് വിദേശത്തേക്ക് കൊണ്ടുവന്നതാണ്. എന്നിട്ട് അവളെ ഞാൻ പഠിപ്പിച്ചു, അവൾക്ക് ജോലി കിട്ടി, അവൾക്ക് വരുമാനമായി. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് മറ്റൊരു ബന്ധമുണ്ടായി. ഒരു ഡ്രൈവറുമായിട്ട് അവൾ അടുപ്പത്തിലായി. പലതവണ ഇതിൻ്റെ പേര് വീട്ടിൽ വഴക്കായി. പലതവണ അവൾ എന്നോട് സത്യം ചെയ്തു. ഒടുവിൽ എന്നെ പോലെ ഒരാൾക്ക്, ഒരു പുരുഷന് കാണാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ കണ്ടിട്ട് വരികയാണ്. എനിക്ക് എൻ്റെ മുമ്പിൽ ഒന്നുകിൽ ഞാൻ അവളെ കൊല്ലണം, അല്ലെങ്കിൽ ഞാൻ മരിക്കണം. അപ്പൊ ഇയാള് പള്ളിയിലൊന്നും വരുന്ന ആളല്ല, പള്ളിക്കാരനൊന്നും അല്ല. ഇയാളുടെ ഒരു കൂട്ടുകാരൻ ഈ കാര്യം ഇയാൾ വിളിച്ച് പറഞ്ഞ്, ഞാൻ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പറഞ്ഞു, ഒരു അച്ഛൻ ധ്യാനത്തിന് വന്നിട്ടുണ്ട്, ഇതാ നമ്പർ, പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചതാണ്. ഈ സന്ദർഭം, ഇങ്ങനൊരു സന്ദർഭത്തിൽ നമ്മളൊക്കെ സാധാരണക്കാരായ മനുഷ്യരല്ലേ, എന്ത് പറഞ്ഞ് ഇങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കും? എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് അറിയാവുന്നത് പോലൊക്കെ ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറച്ചൊന്ന് മനസ്സ് ശാന്തമായ സമയത്ത് അപ്പോഴേക്കും അച്ഛൻ്റെ മുട്ട് വാതിക്ക് കിട്ടും. ഞാൻ അച്ഛനോട് ചെന്ന് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇത് ഭയങ്കര കേസ് കെട്ടാണ്, ഇപ്പോൾ വരാൻ പറ്റില്ല, ഒരു 10 മിനിറ്റ് അച്ഛൻ വെയിറ്റ് ചെയ്യും. അങ്ങനെ അച്ഛൻ സമയം തന്നപ്പോൾ ഞാൻ ഈ മനുഷ്യൻ്റെ അടുത്ത് വന്ന് പിന്നെ കുറേ പ്രാർത്ഥിച്ചിട്ട് കുറച്ച് സംസാരിച്ചു. ഞാൻ അയാൾക്ക് ഒരല്പം ധൈര്യം കൊടുത്തു. അയാൾക്ക് ക്ഷമിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അയാൾ വന്നു തുടങ്ങി. എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് നാളെ വിശദമായിട്ട് കാണാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പം ചേട്ടൻ സമാധാനമായിട്ട് പോ, ഇന്നൊന്നും ഇടപെടിയെന്ന് ഒരു തീരുമാനം എടുക്കരുത്. ഇപ്പം ഞാനിപ്പോൾ അവളെ നാട്ടിലേക്ക്, ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യരുത്, ഒന്ന് വെയിറ്റ് ചെയ്യ് ചേട്ടൻ. പോകാൻ തുടങ്ങുമ്പോൾ ആ ചേട്ടൻ എൻ്റെ ഉള്ളിൽ വന്നൊരു പ്രചോദനം അനുസരിച്ച് ഞാൻ ആ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ, നേരെ ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മൾ ദൈവസന്നിധിയിലേക്ക് കാര്യം വെക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, തെറ്റാണ്, എന്നോട് ക്ഷമിച്ചേക്കണം. ഭാര്യയുടെ അബദ്ധസഞ്ചാരത്തെക്കുറിച്ച് ചേട്ടൻ പറഞ്ഞു. എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ളത്, ചേട്ടന് ഈ മേഖലയിൽ വീഴ്ച വന്നിട്ടുണ്ടോ? പോകാൻ നിന്ന മനുഷ്യൻ തിരിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കസേരയിലിരുന്ന് ആ മേശപ്പുറത്തേക്ക് മുഖമമർത്തി കുറേ സമയം കൂടി കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലിറ്ററലി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ മനുഷ്യന് ഭാര്യയും 2 മക്കളുമാണുള്ളത്. ഇയാൾക്കുള്ളത് ഭാര്യയും 2 മക്കളുമാണ്. ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്, ഞാൻ മുംബൈയിൽ താമസിച്ചിരുന്ന സമയത്ത് വിവാഹത്തിന് തൊട്ട് മുമ്പ് വരെ ഏതാണ്ട് 1.5 വർഷക്കാലത്തോളം വിവാഹിതയായി 2 കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീയുമായി എനിക്ക് വളരെ ഗുരുതരമായ ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും ജനറലൈസ് ചെയ്യൊന്നും വേണ്ട. പക്ഷേ ആ മനുഷ്യൻ അവിടെ ഇരുന്ന് പറഞ്ഞ ആ കാര്യം എന്താ? ഈ പറഞ്ഞ കാര്യം എന്താ? നിന്റെ പാപം നിന്നെ വേട്ടയാടും. അനുതപിച്ച് തിരുത്തി മുറിച്ച് മാറാത്ത ഓരോ പാപവും. ശ്രദ്ധിച്ച് കേട്ടോളുക. നമുക്ക് വെള്ളം ചേർക്കാൻ പറ്റില്ല, തിരുവചനം ആയതുകൊണ്ട്. അനുതപിച്ച് ഏറ്റുപറഞ്ഞ് തിരുത്തി മാറാത്ത ഓരോ പാപവും നമ്മളെയോ നമ്മുടെ പ്രിയപ്പെട്ടവരെയോ വേട്ടയാടും. ഇതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലി ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സങ്കീർത്തനം 32, സങ്കീർത്തന പുസ്തകം 32 കുംഭസാരത്തിന്റെ വളരെ ശക്തമായ ഒരു വചനഭാഗമാണ്. സങ്കീർത്തന പുസ്തകം 32, അതാണ് 4-ാമത്തെ കാര്യം.
നമ്മൾ അനുതപിക്കേണ്ടതിന്റെ ആവശ്യകത ഞാൻ പറയുകയാണ്. നമ്മൾ കുമ്പസാരിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സങ്കീർത്തനം 32 വചനം പറയുന്നു, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. വചനം പറയുകയാണ്, അതിക്രമങ്ങൾക്ക് മാപ്പ്, പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. എന്തുകൊണ്ടാണ് ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്? അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ശ്രദ്ധിക്കുക, 32:3. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ, അതാണ് സിറ്റുവേഷൻ. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ, ഞാൻ എൻ്റെ പാപങ്ങൾ പറയാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം ശരീരത്തിൻ്റെതാണ്. ഇവിടെ വന്നിരിക്കുന്നത് ശരീരത്തിന് പറ്റുന്ന ആഘാതമാണ്. ഞാൻ പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്ത് ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി, ഇവിടെ ശരീരത്തിന്റെ ശക്തിയാണ്. വേനൽക്കാലത്തെ വെയിലടിക്കുമ്പോൾ, നല്ല ചൂടടിക്കുമ്പോൾ ശരീരം ക്ഷീണിക്കുന്നത് പോലെ, ശരീരം തളരുന്നത് പോലെ എൻ്റെ ശരീരം വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, 7-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും ദൈവഭക്തരെ അത് തൊടില്ല. പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും ദൈവഭക്തരെ തൊടില്ല. മറ്റൊരു വചനം, ഇത് ഞാൻ വിശദീകരിക്കാം, ഇതിനോട് കണക്റ്റഡ് ആയ മറ്റൊരു ഇണവചനമാണ് സങ്കീർത്തനം 107, 19, 20. സങ്കീർത്തനം 107, 19, 20 വചനം ഇങ്ങനെ പറയുന്നു. 17 മുതൽ, സങ്കീർത്തനം 107, 17 മുതൽ, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മരണ കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. വിനാശത്തിന്റെ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. ശ്രദ്ധിക്കണം, ഇത് വളരെ ആഴമായി മനസ്സിലാക്കേണ്ട തിരുവചന സത്യമാണ്. പാപം കിടക്കുന്നിടത്ത് രോഗം വെളിപ്പെടാം. പാപം കിടക്കുന്നിടത്ത് രോഗം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ രോഗത്തിന്റെയും പിന്നിൽ പാപമാണെന്ന് ബൈബിൾ പറയുന്നില്ല. എന്നാൽ ചില രോഗങ്ങളുടെ പിന്നിൽ കൃത്യമായും പാപമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ വേനൽക്കാലത്ത് ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശരീരം വരണ്ടുപോയി. ശരീരത്തിന്റെ മേൽ വന്ന കെട്ട് കുംഭസാരത്തിലൂടെ അഴിയും. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ മാംഗ്ലൂരുകാരനായ ഒരു മനുഷ്യൻ, പ്രകാശ് എന്നാണ് അയാളുടെ പേര്. അയാൾ പേര് ഉൾപ്പെടെ പറഞ്ഞോളാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പേര് ഉൾപ്പെടെ പറയുന്നത്. ഈ മംഗലാപുരംകാരനായ പ്രകാശ് എൻ്റെ അടുത്ത് വന്ന് നേരിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണിത്. അയാൾ പറയുകയാണ്, അയാൾ വളരെ പാപകരമായ ജീവിതം നയിച്ചിരുന്ന ആളാണ്. അങ്ങനെ പാപത്തിന്റെ എല്ലാ സാധ്യതകളിലൂടെയും കടന്നുപോയി ഈ മനുഷ്യൻ ഒടുവിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് അദ്ദേഹത്തിന് ക്യാൻസർ രോഗം പിടിപെട്ടു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ജീവിതം തകർന്നു. ഈ രോഗത്തിന്റെ മുമ്പിൽ അയാൾ തകർന്നു. ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജ് എത്തി. ഇത് തിരിച്ചറിയുമ്പോഴേക്കും പല രോഗങ്ങളാണെന്ന് പറഞ്ഞ് ചികിത്സിച്ച് ഒരുപാട് കാലം ഇത് പറയാതിരുന്ന ശരീരത്തിന്റെ ഒരു സ്വകാര്യ ഭാഗത്ത് ക്യാൻസർ പിടിപെട്ട് ഈ മനുഷ്യൻ അതുകൊണ്ട് നടന്ന് അയാൾ വളരെ ദുരിതത്തിലും ദുഃഖത്തിലുമായി നിരാശയിലായി. അയാൾ മരിക്കുമെന്ന അവസ്ഥയിലെത്തി. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ മുറിയിൽ ഒരു രാത്രി മുഴുവൻ ഇരുന്നും കിടന്നും ഉരുണ്ടും കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് ഞാൻ കരഞ്ഞിട്ട് കർത്താവിനോട് ഞാൻ മാപ്പ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ ശരീരം കൊണ്ട് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നോട് കരുണ കാണിക്കണം, എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ കർത്താവിന്റെ സന്നിധിയിൽ കിടന്ന് നിലവിളിച്ച് കരഞ്ഞപ്പോൾ അയാളുടെ ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ കടന്നു വന്ന ഓരോ പാപത്തിന്റെയും വഴി ഈ മനുഷ്യന്റെ മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. അയാൾ എന്നോട് പറഞ്ഞത്, A4 സൈസിൽ ഒരു പേപ്പർ എടുത്ത് ആ മനുഷ്യൻ അയാളുടെ പാപങ്ങൾ മുഴുവൻ എഴുതി. 4 പേപ്പർ അകവും പുറവും എഴുതി. 8ഓളം പേജുകളിൽ അദ്ദേഹത്തിന്റെ പാപം മുഴുവൻ എഴുതി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ ദേവാലയത്തിലേക്ക് ചെന്ന് അനേക നാളുകൾക്ക് ശേഷം പള്ളിയിൽ ചെന്ന് വികാരിച്ചന്റെ അടുത്ത് ചെന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞ് മണിക്കൂറുകളെടുത്ത് അച്ഛന്റെ അടുത്ത് ഈ മനുഷ്യൻ പാപങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു. കഴിഞ്ഞ 6 വർഷങ്ങളായി ഈ മനുഷ്യൻ ദോഹയിൽ യാതൊരു രോഗത്തിന്റെ തരി പോലും ഇല്ലാതെ
പൂർണ്ണാരോഗ്യത്തോടെ ജോലി ചെയ്യുന്നുണ്ട്. പരിപൂർണമായി ഈ രോഗത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തി. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ പറയുമ്പോൾ നമുക്ക് അനേകം അവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കൂടപ്പുറപ്പായതുകൊണ്ട് നിങ്ങൾ പറയും ഡാനിയേൽ അച്ഛന് പ്രസംഗമാകുമ്പോൾ എന്തെങ്കിലും പറയണമല്ലോ എന്ന് ഓർത്തിട്ട് അച്ഛൻ പറയുന്ന കാര്യമായിരിക്കും. പ്രകാശന് ഇനി സൗഖ്യം കിട്ടിയോ, പട്ടത്തിരിക്കുന്നവർക്ക് വല്ലതും അറിയാൻ പറ്റും, വെരിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പ്രകാശന് കാണോ ഇനി സൗഖ്യം കിട്ടിയോ, ചുമ്മാ പറയുന്നതാണോ? എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യം പറയാം. അത് നിങ്ങൾ എന്നെ വിശ്വസിച്ചു. ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യം പറയാം. ഞാനൊരു 1.5 മാസക്കാലത്തേക്ക് ഇവിടുന്ന് കഴിഞ്ഞ വർഷം ഖത്തറിന് പോയിരുന്നു. അപ്പൊ അവിടെ ചെന്ന് ദോഹയിലെ മലങ്കര പള്ളിയിൽ ഞാൻ താമസിക്കുമ്പോൾ വികാരിച്ചൻ എനിക്ക് ഒരു നമ്പർ തന്നു, ഫോൺ നമ്പർ. എന്നിട്ട് അത് ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ട് ആ നമ്പർ പള്ളിയുടെ നോട്ടീസ് ബോർഡിലും ഇട്ടാ പിന്നെ നമുക്കറിയാലോ. അപ്പോൾ ആളുകള് ഓരോ ഗൾഫില് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ പാവപ്പെട്ടവരാണ്. ഒന്നുമാത്രം പ്രശ്നം. നമ്മൾ രാവിലെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, രാത്രി വരെ ഇരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾ 50 ഡിഗ്രി ചൂടാണെന്ന് അടിക്കുന്നത്. ആ പകലത്തും മനുഷ്യർ വരുമായിരുന്നു, ഒന്ന് പ്രാർത്ഥിക്കാനും ഉപദേശം ചോദിക്കാനും കൗൺസിലിംഗും എന്നൊക്കെ പറഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഇതുങ്ങൾ പറയുന്നതെല്ലാം കേട്ട് അവിടെ ഇരിക്കുമായിരുന്നു, രാവിലെ മുതൽ രാത്രി വരെ. അങ്ങനെ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി, ഒരു പെൺകുട്ടി ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എന്നെ വീട്ടിൽ വന്ന് ഒന്ന് കുമ്പസാരിപ്പിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ അച്ഛന് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല, പിന്നെ എനിക്ക് വണ്ടിയില്ല, എനിക്ക് ഇവിടുത്തെ വഴി അറിയാൻ പാടില്ല, എനിക്ക് ഡ്രൈവറൊന്നുമില്ല, ഞാൻ എങ്ങനെ വരും? അപ്പൊ അവള് പറഞ്ഞു, അച്ഛാ ഞാൻ അഹങ്കാരം കൊണ്ട് അച്ഛനെ ഇങ്ങനെ ചോദിച്ച് വീട്ടിൽ വന്ന് എനിക്ക് പള്ളിയിൽ വരാൻ പറ്റാ, അച്ഛൻ അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ അനേക മാസങ്ങളായി കിടക്കയിൽ തളർന്നു കിടക്കാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ നമുക്കൊരു കഷ്ടം തോന്നുമല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ വരും? ഞാൻ എൻ്റെ ഭർത്താവിനെ വിടാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവനോട് പോകുന്ന വഴിക്ക് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇവിടെ സൗദി ജോലി ചെയ്യുകയായിരുന്നു, ഒരു കുഞ്ഞുണ്ട് ഇവർക്ക്. അപ്പോൾ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് അങ്ങനെ അന്വേഷിച്ച് ഇവള് ഖത്തറിലേക്ക് വന്നതാണ്. ഇവിടെ വന്ന് ഏതാനും ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് അവൾക്ക് നട്ടെല്ലിന് രോഗമുണ്ട്, എല്ല് പൊടിയുന്ന രോഗമുണ്ട്. ആ അസുഖം മൂർച്ഛിച്ച് ഇവള് പൂർണ്ണമായിട്ടും തളർന്നുപോയി. അപ്പൊ ഒരു വെട്ടിയിട്ട വാഴപ്പിണ്ടി പോലെ കട്ടിലേക്ക് കിടക്കുകയാണ്. ചെറുപ്പക്കാരി, അധികം ജീവിതമൊന്നും ജീവിച്ചിട്ടില്ല, ഇങ്ങനെ തളർന്നു കിടക്കുന്ന. അപ്പൊ സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ട് നമുക്കൊരു പ്രയാസം തോന്നുമല്ലോ. ഞാൻ അവളുടെ അടുത്ത് കസേര ഇട്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു, അവളെ പ്രാർത്ഥിക്കാൻ നീ വിഷമിക്കൊന്നും വേണ്ട, കർത്താവ് സഹായിക്കും. അപ്പൊ അവള് അന്ന് കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പാപമോചനം കൊടുത്ത് പ്രാർത്ഥിച്ചു, ഉപദേശം കൊടുത്തു. പിന്നെ എൻ്റെ കുറെ ഓഡിയോ ടോക്സ് എൻ്റെ ഫോണിൽ കിടപ്പുണ്ടായിരുന്നു സഹനത്തെക്കുറിച്ച്. ഞാൻ അതൊക്കെ കൊടുത്തു. നീ ഇതൊക്കെ കേക്ക്, പ്രാർത്ഥിക്കുക, ഈശോ തന്ന സഹനത്തിന്റെ നാളുകളാണ്, നീ പ്രാർത്ഥിക്കുക, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാവുന്ന ആശ്വാസമൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരും. ഒരു 4 ദിവസം കഴിഞ്ഞു ഇതേയാൾ എന്നെ വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനൊരു അഹങ്കാരിയാന്ന് അച്ഛൻ വിചാരിച്ചാലും വേണ്ടില്ല, എനിക്ക് ഒന്നുകൂടെ കുമ്പസാരിക്കണം. ഞാൻ പറഞ്ഞു, മോളെ 4 ദിവസം മുമ്പുള്ളതിന്റെ ഇരട്ടി തിരക്കാണിപ്പോൾ, എനിക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ നോക്കട്ടെ. എന്നോട് പറഞ്ഞു, അച്ഛാ എന്നെ ഒഴിവാക്കല്ലേ. എനിക്ക് ഫോണിൽ കൂടെ ഒരു സുവിശേഷകൻ കൗൺസിലിംഗ് തന്നു. ആ കൗൺസിലിംഗിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാതിരുന്ന, ഒരുപക്ഷെ മറച്ചു പിടിച്ചിരുന്ന കുറെ അധികം പാപമേഖലകൾ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അച്ഛാ എനിക്ക് ഒരു സമാധാനം ഇല്ല. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് മുഴുവൻ എഴുതി എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. ഈ കിടന്ന കിടപ്പിലാണ് ഞാൻ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരു സമാധാനമില്ല. എൻ്റെ അച്ഛാ ഒന്ന് വരണേ എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചു കരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ വരും? ഭർത്താവ് വരുമോ? അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, ഹസ്ബൻഡ് ഫ്രീ അല്ല, ഹസ്ബൻഡിന്റെ 2 കൂട്ടുകാർ വരുമെന്ന് പറഞ്ഞു. അപ്പൊ അയാളുടെ 2 കൂട്ടുകാർ വന്നിട്ട് എന്നെ, ഞാൻ പള്ളിയിൽ നിന്ന് റെഡിയായി ഇവളുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഇവര് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ചേച്ചി പറഞ്ഞു കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാം. അച്ഛൻ കുമ്പസാരം എല്ലാം കഴിയുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ തന്നാൽ മതി, അപ്പൊ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ജോലി സ്ഥലത്ത് ഇത്തിരി തിരക്കുണ്ട്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അടുക്കളയിൽ ഈ പെങ്കൊച്ചിനെ സഹായിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഇവള് അപ്പോഴേക്കും കൊച്ചിനെ അങ്ങ് നാട്ടിലേക്ക് വിട്ടു. അപ്പൊ അവള് പറഞ്ഞു, അച്ഛാ ധൃതി പിടിച്ച് പോവല്ലേ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കസേര ഇട്ട് അവളുടെ അടുത്തിരുന്ന് അവൾ കിടന്നുകൊണ്ട് അവളുടെ പാപങ്ങൾ മുഴുവൻ ഏറ്റു പറയുക.
പ്രിയപ്പെട്ടവരെ, തലേ ദിവസത്തെ കുമ്പസാരം പോലല്ല, അല്ല 4 ദിവസം മുമ്പുള്ള കുമ്പസാരം പോലല്ല പിറ്റേ ദിവസം നടത്തുന്ന കുമ്പസാരം. ആ കുമ്പസാരത്തെ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് വൈദികർക്ക് അറിയാം, ഒരു വ്യക്തി വന്ന് കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി പാപം ഏറ്റു പറയുമ്പോൾ എന്തുമാത്രം അനുതാപത്തോടാണ് ഈ വ്യക്തി കുമ്പസാരിക്കുന്നതെന്ന് പ്രത്യേകിച്ച് നോട്ടീസ് ഒന്നും അടിച്ചു കൊടുത്തില്ലെങ്കിലും കുമ്പസാരം കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. കാരണം ഇവര് എന്തുമാത്രം ഇത് അനുദവിച്ചിട്ടാണോ ഇത് പറയുന്നത്. ഇപ്പൊ എനിക്കാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ അനുതാപത്തിന്റെ ആഴം എൻ്റെ ആത്മാവിൽ ഞാൻ അറിയുന്നുണ്ട്. ഇവള് അനുദവിച്ച് കർത്താവിന്റെ മുമ്പിൽ ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ടാണ്. നല്ല കുട്ടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച കുറച്ച് അബദ്ധങ്ങളും കുറച്ച് കാര്യങ്ങളും പോരായ്മകളും പിന്നെ ഒരുപക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കർത്താവ് കൃത്യമായിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും ഒക്കെ അവള് അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ ഈ മകള് ഒത്തിരി ചങ്ക് നുറുങ്ങിയാണ് ഇത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് അസാധാരണ സിദ്ധികളൊന്നും ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാൻ പറ്റും. അതായത് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്നറിയാം. ഈശോ മെശിഹ ഉണ്ടെങ്കിൽ എനിക്കറിയാം. എന്ന് വെച്ചാല് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കണമെന്നൊന്നുമില്ല. എപ്പോഴും കിട്ടുന്ന ആളുകളുണ്ടായിരിക്കും. ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. ദൈവസാന്നിധ്യം നിറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, മെർലിൻ എന്നാണ് അവളുടെ പേര്. മെർലിൻ, ഈശോ ഇവിടെ ഉണ്ട് കേട്ടോ. നീ അനുദപിച്ച് പാവം ഏറ്റു പറയുമ്പോൾ കർത്താവ് ഇറങ്ങി വന്നിരിപ്പുണ്ട്. അപ്പൊ എൻ്റെ കണ്ണും അങ്ങ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ദൈവസാന്നിധ്യം ആ മുറിയിൽ ശക്തമായിട്ട് അങ്ങ് നിറഞ്ഞു. ഇവള് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അവളുടെ ജീവിതത്തിന്റെ കുറവുകൾ ഏറ്റു പറഞ്ഞു. അവള് പറഞ്ഞു, അച്ഛാ, ഞാൻ അച്ഛനെ ഇത്രയും നിർബന്ധിച്ച് വിളിച്ചതിന്റെ കാരണം ഞാൻ ഈ പാപങ്ങൾ ഓരോന്നോരോന്നായി പേപ്പറിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ആയിരക്കണക്കിന് ഉറുമ്പുകൾ എൻ്റെ മുതുകത്തൂടെ നട്ടലിലൂടെ എഴഞ്ഞു പോകുന്ന പോലാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് കർത്താവ് എന്നെ സഹായിക്കും. ഞാൻ അതുകൊണ്ടാണ് അച്ഛനെ ഇത്രയും നിർബന്ധിച്ച് വിളിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മകൾ ഒത്തിരി കണ്ണുനീരോടെ അവളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുകയാണ്, അവളോട് എഴുന്നേക്കാൻ പറയുക. അപ്പൊ നമ്മൾ സാധാരണ മനുഷ്യനാണല്ലോ. എൻ്റെ മാനുഷിക ബുദ്ധി പെട്ടെന്ന് പ്രവർത്തിച്ചു. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവിടെ ആരും ഇല്ല. ഇപ്പൊ ഇവിടെ അടുക്കളയിലെ കൊച്ചു മാത്രമേ ഉള്ളൂ. ഇവളെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഞാൻ സഹായിക്കാതെ എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. ഒരു അന്യ രാജ്യത്ത് വന്ന് ഒരു അന്യ വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് എൻ്റെ കൂടെ ആരും ഇല്ല. ആ സമയത്ത് ഞാൻ അങ്ങനെ ഇവളെ എഴുന്നേൽപ്പിക്കും, ഇവളെ സപ്പോർട്ട് ചെയ്ത് എഴുന്നേൽപ്പിക്കാൻ എനിക്ക് പറ്റും. പക്ഷെ എഴുന്നേൽപ്പിക്കുമ്പോൾ അത് അത്തിരി അവിവേകമാണല്ലോ, അത് വേണ്ട എന്നെൻ്റെ മാനുഷിക ബുദ്ധി എന്നോട് പറയും. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുകയാണ്, ഇവളെ എഴുന്നേൽക്കും. ഞാൻ പറഞ്ഞു, മെർലിൻ, ഞാൻ ഉള്ള കാര്യം തുറന്നങ്ങ് പറയാം. അതായത് നീ എഴുന്നേക്കുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മുമ്പ് ഒരിക്കലും അങ്ങനെ ആരോടും പറയാൻ തോന്നിയിട്ടില്ല. ആദ്യത്തെ സംഭവമാണ്. ഇങ്ങനെ ഒരാൾ തളർന്നു കിടക്കുന്ന ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ എഴുന്നേക്കുമെന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ ആരോ പറയുകയാണ്. ഞാൻ പറഞ്ഞു, നീ എഴുന്നേക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്. അവള് പറഞ്ഞു, അച്ഛൻ പറയാതെ തന്നെ എനിക്കതറിയാന്ന് പറഞ്ഞു. പക്ഷെ അവളോട് ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പോൾ എഴുന്നേൽപ്പിക്കുന്നില്ല. എന്തായാലും നിന്റെ ഹസ്ബൻഡ് അല്ലേ നിന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ ഉള്ളത്. 5 മണിക്ക് 5:30 അവൻ വരുമ്പോൾ നീ അവനോട് പറയണം, ഡാനിയേലച്ചൻ പറഞ്ഞു നിന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. അവള് പറഞ്ഞു, അച്ഛാ, ഞാനത് ചെയ്യും. എന്നിട്ട് അച്ഛനെ വിളിക്കാൻ തുടങ്ങി. ഞാൻ തിരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭർത്താവ് തിരിച്ചു വന്നു. ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഇവള് പറഞ്ഞു, ഞാൻ കുമ്പസാരിച്ചു അച്ചാ, എന്നെ എഴുന്നേൽപ്പിക്കണോ? അപ്പൊ അവൻ പറഞ്ഞു, നിന്നെ എഴുന്നേൽപ്പിക്കണോ? പൊട്ടത്തനം പറയാന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, ഡാനിയേലച്ചൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഡാനിയേലച്ചൻ അങ്ങനെ പലതും പറയും, നീ മര്യാദയ്ക്ക് അവിടെ കിടക്കാൻ പറഞ്ഞു. ഡാനിയേലച്ചൻ അറിയാൻ പാടില്ലല്ലോ നിന്റെ രോഗത്തിന്റെ ഗ്രാവിറ്റി. ഞാനല്ലേ നിന്നെ ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നത്, ഞാനല്ലേ ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടു, ഞാനല്ലേ ഡോക്ടേഴ്സ് പറഞ്ഞത് കേട്ടത്. അച്ഛൻ കേട്ടില്ലല്ലോ. അച്ഛന് നിന്റെ രോഗം വളരെ സിമ്പിളായ രോഗമാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ കിടക്കാൻ പറഞ്ഞു. അവള് കിടന്ന് കരഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് എന്നെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. ആ സമയത്ത് അയാൾ പറഞ്ഞു, നിന്നെ ഞാനാണ് ചികിത്സിക്കുന്നതെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോ അവിടെ കിടന്നോളാം. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി പെങ്കൊച്ചിന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 8:30 മണിയായി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആ സമയത്ത് 10 മണി 10:30 മണിയായി. ഇവിടെ തലേ ദിവസം വിളിച്ച് ഫോണിലൂടെ കൗൺസിലിംഗ് കൊടുത്ത സഹോദരൻ ആ സമയത്ത് ഫോണിൽ വിളിക്കുകയാണ്. ഫോണിൽ വിളിച്ചിട്ട് ഇവള് ഫോൺ എടുക്കുമ്പോൾ പറയുകയാണ്, മെർലിൻ, ഞാനൊരു വലിയ യാത്ര കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നോട് കർത്താവ് പറയാണ്, നിന്നെ വിളിച്ചിട്ട് ചോദിക്കുക, നീ എന്താണ് എഴുന്നേക്കാത്തത്? എന്നോട് കർത്താവ് പറയുകയാണ്. അവള് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ചേട്ടൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ചേട്ടന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ചേട്ടനോട് അദ്ദേഹം പറഞ്ഞു, മോനെ, നിന്റെ ഭാര്യയെ ഈശോ സുഖപ്പെടുത്തി കഴിഞ്ഞു, നീ അതിന് തടസ്സം നിൽക്കരുത്.
നീ അവളെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ഉറപ്പായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ഇവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരു കുഞ്ഞ് എഴുന്നേൽക്കുന്ന പോലെ ഇവിടെ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റിട്ട് ഈ മനുഷ്യൻ ഫോണിക്കടോളോട് പറഞ്ഞു, നിങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടി കർത്താവ് പറയുന്നു, മെർലിനോട് പറഞ്ഞു നിന്റെ കെട്ടിയവനെ എടുക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തളർന്നു കിടന്ന ഈ പെങ്കൊച്ച് അനായാസമായി അവളുടെ കെട്ടിയവനെ എടുത്ത് ഉയർത്തി. 9:15 മണിക്ക് ഞാൻ എൻ്റെ മുറിയിൽ നീ ഒന്ന് അത്താഴമൊക്കെ കഴിഞ്ഞ് കിടന്നേക്കാന്ന് വിചാരിച്ചിട്ട് വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇവർ വന്നിട്ട് ബെല്ലടിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇവരെന്നോട് പറയുകയാണ്, രണ്ടുപേരും ഭാര്യയും ഭർത്താവും നിൽപ്പുണ്ട്, ഞങ്ങൾ എഴുന്നേറ്റ് കർത്താവ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മുട്ടുകുത്തി ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് അവർ തിരിച്ചുപോയി. ഇന്നുകൂടി ഞാനിത് വൈകിട്ട് ഇത് പറയുന്നുള്ളത് കൊണ്ട് ഇന്നുകൂടി വാട്സപ്പിൽ അവൾക്കൊരു മെസ്സേജ് അയച്ച് ഞാൻ അവളുടെ ആരോഗ്യസ്ഥിതി ഉറപ്പുവരുത്തിയിട്ടാണ് ഇന്ന് നിങ്ങളോട് ഇത് പറയുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുമ്പസാര കൂട്ടിൽ ശരീരത്തിന്റെ മേൽ ദൈവശക്തി വരും. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം, യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. വചനം പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നിട്ട് വചനം പറയുകയാണ്, നമുക്ക് പാപമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. വചനം പറയുകയാണ്, നമുക്ക് പാപമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകുമെന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ, അതാണ് കണ്ടീഷൻ. ശ്രദ്ധിക്കണം, നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്, വ്യവസ്ഥ, വചനം വെക്കുന്ന വ്യവസ്ഥ ഇതാണ്, നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ. ഏറ്റുപറയുക എന്ന് പറയുന്നത് നാവുകൊണ്ടാണ്, അധരം കൊണ്ടാണ്. ഏറ്റുപറയുക എന്നത് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ എസൻഷ്യൽ എലമെന്റ് ആണ്. ഉദാഹരണത്തിന്, രക്ഷ സംഭവിക്കുന്നത് റോമർ 10:9 യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും. ഏറ്റുപറയുക, കൺഫെഷൻ. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ ഏറ്റുപറച്ചിലിന്റെ, പ്രഘോഷണത്തിന്റെ നാഥൻ ആയ ലോർഡ് ഓഫ് അവർ കൺഫെഷൻ എന്നാണ് പറയുന്നത്. കൺഫെഷന്റെ നേതാവായ, നമ്മുടെ ഏറ്റുപറച്ചിലിന്റെ നേതാവായ, കർത്താവായ യേശുക്രിസ്തു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ എസൻസ് ആണ് ഏറ്റുപറച്ചിൽ. വിശ്വാസം ഏറ്റുപറയണം, പാപം ഏറ്റുപറയണം, ഇന്നലെ ഞാൻ പറഞ്ഞത് വചനം ഏറ്റുപറയണം. ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ വ്യവസ്ഥ മറന്നു പോകരുത്. നമ്മൾ പാപം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു, പാപത്തെക്കുറിച്ച് അനുദപിച്ചു, കിടന്നിട്ട് കാര്യമില്ല. നാം പാപം ഏറ്റുപറയുമെങ്കിൽ ദൈവം വിശ്വസ്തനും നീതിമാനുമാകിയാൽ എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. പാപം ഏറ്റുപറയുമെങ്കിൽ. ശ്രദ്ധിക്കുക, പ്രശ്നം വരുന്നത് ഈ പാപം ആരോട് പറയണം? ഇതിപ്പോ അച്ഛനോട് പറയണോ, നേരിട്ട് പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് വലിയ സംശയമൊന്നും ഉണ്ടാവില്ല. എങ്കിലും ആർക്കേലും ഒരു സംശയം വന്നാലോ, അതുകൊണ്ട് ഞങ്ങൾ പറയുക, ഈ പോകുന്ന വഴിക്ക് അങ്ങ് സംശയം വന്നാലോ, അതുകൊണ്ട് നേരത്തെ അങ്ങ് പറയുകയാണ്. ഇതിപ്പോ അച്ഛനോട് പറയണോ അത് നേരിട്ട് പറഞ്ഞാൽ പോരെ? എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ നേരിട്ട് പറച്ചിലെല്ലാം തട്ടിപ്പാണ്. അതൊന്നും നടക്കത്തൊന്നുമില്ല. അല്ല, ഉള്ള കാര്യം അത്. അതിനമ്മച്ച് വിഷമിക്കൊന്നും വേണ്ട, തട്ടിപ്പാ. അതായത് ഈ നേരിട്ട് പറഞ്ഞോളാന്ന് പറയുന്നത് ഒരു എസ്കേപ്പിസമാണ്. അത് പറച്ചിലൊന്നും നടക്കത്തില്ല. 100 പേര് ചിലപ്പോൾ ഒരാൾ വല്ലതും പറയുമായിരിക്കും, കൂടുതൽ പേരും പറയാൻ സാധ്യതയില്ല. അത് നമ്മളിങ്ങനെ എങ്ങനെയൊക്കെ അല്ലേ തന്നെ നീതീകരണമാണ് അല്ലേ? കുമ്പസാരിക്കുമ്പോൾ എങ്ങനെ പറയുന്നേ, അവൾ എന്നെ, അല്ല ഭർത്താവ് എന്നെ അങ്ങനെ പീഡിപ്പിച്ചപ്പോ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ട് ഞാൻ പോടാ പൊട്ടാ എന്ന് വിളിച്ചു. ഇപ്പൊ അങ്ങനെ ഒരു പാവാരും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. ഒരു ഉദാഹരണമാണ്. അതായത് അയാൾ എന്നെ അങ്ങ് ചവിട്ടിയാ, കുമ്പസാരെ കൂട്ടി ചോദിക്കുന്ന, ഈ ചവിട്ടിയാ കടിക്കാത്ത പാമ്പുണ്ടോ ചോദിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കണം, ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും പാമ്പുണ്ടോ? ചവിട്ടിയാ കടിക്കാത്ത പാമ്പ്, എന്താ ചവിട്ടിയാ കടിക്കാത്ത പാമ്പുണ്ടോ? ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാണ് കുമ്പസാരി. അല്ലേ തന്നെ മുഴുവൻ കള്ളത്തരാണ്. ഞാൻ പിന്നെ നേരമില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും പറയാഞ്ഞത്. കാരണം ഈ ചേട്ടന്മാരോട് എനിക്കുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ, ഇത് ഈ വല്ലപ്പോഴും ഒക്കെ കുമ്പസാരിക്കൂ. ചേട്ടന്മാരുടെ ഒരു ഗുണം അതാണ്, വല്ലപ്പോഴും ഒക്കെ കുമ്പസാരിക്കൂ. പക്ഷേ കുമ്പസാരം ഉള്ളതാ,
അത് ഈ ഡിപ്പാർട്ട്മെന്റ് കേൾക്കാനായി പറയുന്നത്. ഈ സൈഡേ ഇതുങ്ങൾ വല്ലപ്പോഴും ഒക്കെ കൺവെൻഷനൊന്നും വരുത്തൊന്നുമില്ല. പിന്നെ കുമ്പസാരമൊക്കെ വല്ലപ്പോഴും ഒക്കെ നടത്തും. പക്ഷേ ഇത് ഞങ്ങളുടെ ജാതിയുടെ ഒരു ഗുണം എന്താണെന്നറിയാം, ഉള്ളതുപോലെ പറയും. ഈ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഭയങ്കര ഒരു ആയുധമാണ് ഈ സാരി, തലപ്പ്, ഷോള്. അതൊക്കെ ചേട്ടന്മാർക്ക് അതില്ലല്ലോ. ഷോളും പോച്ചോണ്ട് വന്ന് കുമ്പസാരിക്കാൻ പറ്റത്തില്ല. ചേട്ടന്മാർ പ്ലെയിൻ ആയിട്ടൊക്കെ വരികയാണ്. ഇപ്പോൾ അത് ഇപ്പോൾ ഒന്നും മറയ്ക്കാനൊന്നുമില്ല, തുവാല പോലും എടുത്തിട്ടില്ല നമ്മൾ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങ് പറയുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചില സൂത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ടാണ് വരുന്നത്. വന്നിട്ട് ഇത് ഇങ്ങോട്ട് നോക്കിക്കോണം, ഡെമോൺസ്ട്രേഷനാണ്. ഇങ്ങനെ അങ്ങ് മറയ്ക്കും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ തുറിച്ചു നോക്കുന്ന 2 കണ്ണുകൾ മാത്രമാണ് അച്ഛന് കാണാൻ പറ്റുന്നത്. നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം. അതായത് ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് പിന്നെ എങ്ങനെയാണെന്നറിയാമോ? കേട്ടോണം. ഈ ഏറ് തീരുമ്പോ അച്ഛൻ വിചാരിച്ചോണം കുമ്പസാരം തീർന്നു, കഴിഞ്ഞിരിക്കുകയാണ്. ഏറടിക്കുന്ന തീരുമ്പോഴേ എന്ന് പറഞ്ഞാൽ പകുതിയും പറയത്തില്ല. പിന്നെ ഒക്കുമെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇതിനെ അങ്ങ് ന്യായീകരിച്ച് രക്ഷപ്പെടാൻ പറ്റും. എൻ്റെ പൊന്നു സഹോദര സഹോദരി, ഉള്ളതുപോലെ പറയുന്നതിന്റെ പേരാണ് കുമ്പസാരം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇത്തിരി സന്തോഷമൊക്കെ വന്നല്ലേ? ഉറക്കെ പറ ഹല്ലേലൂയാ. അതുകൊണ്ട് ഞാൻ അതെനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പറയേണ്ട സാധനമാണത്. അപ്പൊ ഏതായാലും ഏറ്റു പറയാതെ നമുക്ക് ഈ നേരിട്ടുള്ള ഏറ്റുപറച്ചിലൊക്കെ ചെയ്യായിരിക്കും. നമുക്ക് കുറ്റമൊന്നും പറയണ്ട. എന്നാലും പകുതിയും തട്ടിപ്പാന്നാണ് എൻ്റെ ഒരു പക്ഷം. അപ്പൊ നേരിട്ട് ഏറ്റു പറയണം. അപ്പോ അടുത്ത ചോദ്യം വരുന്നത് എങ്ങനെയാണ്? ഇത് അച്ഛനോട് പറയണോ? അച്ഛനോട് പറയണോ എന്ന് ചോദിച്ചാൽ ബൈബിൾ എന്നാ പറയുന്നത് നോക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ശ്രദ്ധിക്കണേ. യാക്കോബ് 5:16. അത് പുതിയ നിയമത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തിരി മറിക്കാതെ ഇങ്ങോട്ട് നോക്ക്. ഉൽപ്പത്തി മുതൽ മറിച്ചാലൊന്നും യാക്കോബ് കിട്ടത്തില്ല. ഇങ്ങോട്ട് നോക്ക്, നേരമില്ല. നോക്ക്, നീ അത് തപ്പിക്കൊണ്ടിരിക്കാൻ സമയമില്ല. അപ്പൊ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്താണ് അവിടുത്തെ വ്യവസ്ഥ? നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ എന്നാ ചെയ്യണം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തോളാൻ ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോളാൻ. ഇനി ശ്രദ്ധിച്ചേ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന കാലമാണോ ഇത്? പറഞ്ഞാൽ പിന്നെ വല്ലവർക്കും പള്ളി വരാൻ പറ്റുമോ? എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? നിങ്ങൾ വല്ലവർക്കും വന്ന് അടുത്തിരുന്ന് മുഖത്തോട് നോക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ വചനത്തിൽ വ്യവസ്ഥയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മോചനം പ്രാപിച്ചോളാൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നയിക്കുന്ന സഭ പാപങ്ങൾ മോചിക്കാനും ബന്ധിക്കാനും ദൈവം അധികാരം കൊടുത്ത ഒരു കൂട്ടരോട് പറഞ്ഞു, നിങ്ങൾ കേട്ടോ പാപം, എന്നിട്ട് നിങ്ങൾ പാപം മോചിച്ചു. അതെവിടെ കിടക്കുന്നത്? അത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. ഈശോ, ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് ആർക്കെങ്കിലും അച്ഛന്മാരോട് കുമ്പസാരിക്കണമെന്ന് എങ്ങാനും ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പൊക്കോളുക. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനം ശ്രദ്ധിച്ചിരിക്കുക. യോഹന്നാൻ 20:19 മുതൽ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്നവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവൻ അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെടും. ഒരു 5 മിനിറ്റ് ശ്രദ്ധിക്കണം. ഒട്ടും ശ്രദ്ധ മാറരുത്. ഒരു 5 മിനിറ്റ് ശ്രദ്ധിക്കണം. അതായത് കർത്താവ് പറയുകയാണ്, സമാധാനം കിട്ടാൻ ഉള്ള വഴി എന്താണെന്നാണ് ഇവിടുത്തെ ടീച്ചിങ്. ഉത്ഥാനം ചെയ്ത കർത്താവ് ആദ്യമായിട്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആദ്യമായിട്ടായതുകൊണ്ട് ശിഷ്യന്മാർ ഭയങ്കര ബഹളം വെച്ചു. അവർ എക്സൈറ്റഡ് ആയി. കാരണം മരിച്ചു എന്ന് വിചാരിച്ച കർത്താവ് വാതില് ഭേദിച്ചകത്തേക്ക് വന്ന് കർത്താവ് വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയാണ്. അപ്പൊ ശിഷ്യന്മാർ എക്സൈറ്റഡ് ആയപ്പോ കർത്താവ് വീണ്ടും പറഞ്ഞു, മക്കളെ ബഹളം വെക്കാതെ, നോട്ട് ദ പോയിന്റ് ശ്രദ്ധിക്കുക. എന്താ പോയിന്റ്? നിങ്ങൾക്ക് സമാധാനം. പിന്നെ ഒരു ബഹളം വെക്കുക. അപ്പൊ കർത്താവ് പറഞ്ഞു, അവരെ മുറിവുകൾ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. എന്താ കണക്ഷൻ? ഈ മുറിവും സമാധാനം തമ്മിലുള്ള കണക്ഷൻ എന്താ? കർത്താവ് പറയാണ്, ഈ മുറിവിലൂടെ, ഈ മുറിവെന്ന് പറഞ്ഞാൽ ആണിയടിക്കപ്പെട്ട മുറിവാണ്, ഈ മുറിവിലൂടെ
നിങ്ങൾക്ക് സമാധാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സമാധാനം? സമാധാനം ഇല്ലാത്ത അവസ്ഥ എന്താ? പാപമാണ് സമാധാനം ഇല്ലാത്ത അവസ്ഥ. ദൈവവും മനുഷ്യനും തമ്മിൽ അകന്നിരിക്കുകയാണ്. ദൈവബന്ധവും മനുഷ്യബന്ധവും മുറിഞ്ഞിരിക്കുകയാണ്. ഇതാണ് സമാധാനക്കേട്. ഈ മുറിവ് വഴി ദൈവവും മനുഷ്യനും തമ്മിലുള്ള മുറിഞ്ഞുപോയ സമാധാനക്കേടിന്റെ ബന്ധത്തെ ഈ മുറിവ് വഴി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ സമാധാനം സ്വീകരിക്കാൻ പറ്റുന്ന ലെവലിൽ നിങ്ങൾ ആയിട്ടുണ്ട്. എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാണ്, അല്ലെ ഒത്തിരി പറയാനുണ്ട് ഈ ഭാഗത്ത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. എനിക്ക് നിങ്ങൾക്ക് സമാധാനം തരാൻ നേരത്തെ പറ്റില്ലായിരുന്നു. കാരണം ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള മുറിഞ്ഞ ബന്ധത്തെ എൻ്റെ കുരിശുമരണത്തിലൂടെ, അതിൻ്റെ അടയാളമാണ് ഈ മുറിവ്, ആ മുറിവിലൂടെ ഞാൻ പരിഹരിച്ചിട്ട് നിങ്ങൾക്കിത് സമാധാനം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളെ എത്തിച്ചിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഈ സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓടിച്ച് ഞാൻ പറയാം, എനിക്കിത് ശരിക്കും മനസ്സിലായത് എപ്പോഴാണെന്നറിയാമോ? ഒരു വ്യക്തിക്ക് പാപം മോചിക്കപ്പെട്ട് കഴിയുമ്പോൾ സമാധാനം കിട്ടുമെന്ന് ക്രിസ്ത്യാനികളുടെ കുമ്പസാരം കേട്ട കാലത്തല്ല എനിക്ക് മനസ്സിലായി. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഗുഡ്നസ് സ്റ്റാഫിന് ധ്യാനം നടത്തുന്ന ഒരു കാലത്ത്, കുറേ നാളുകൾക്ക് മുമ്പാണ്, അവിടെ ഹൈന്ദവരായ സഹോദരങ്ങൾ ആ ധ്യാനം കൂടുന്നുണ്ട്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ചോ ഞങ്ങൾ എങ്ങനെ കുമ്പസാരിക്കും? ഞാൻ അഗസ്ത്യം വല്ലൂരാനച്ചോട് ചെന്ന് ചോദിച്ചു, ഇതേ ഹൈന്ദവ സഹോദരങ്ങൾ ബഹളം വെക്കുകയാണ്, അവർക്ക് എങ്ങനെ കുമ്പസാരിക്കും? അച്ഛൻ പറഞ്ഞു, അച്ഛാ പൗരോഹിത്യത്തിന് പാപം മോചിക്കാൻ അധികാരമുണ്ട്. അച്ഛൻ കുമ്പസാരം എന്ന കൂതാശ കൊടുത്ത് വിശുദ്ധ കുർബാനയൊന്നും കൊടുക്കണ്ട, അവരെ സഭയുടെ അംഗങ്ങളും നോക്കണ്ട. ഒരു മനുഷ്യൻ, അവൻ ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവനാവട്ടെ, ഒരച്ഛൻ്റെ അടുത്ത് വന്നിട്ട്, അച്ചോ എനിക്കൊരു സമാധാനമില്ല, എൻ്റെ പാപം ഒന്ന് പറയണം, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ടൊരു അച്ഛനത് ചെയ്യാം. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെ സഭയിൽ നിന്ന് മുടക്കുമോ ഇത് ചെയ്തതിൻ്റെ പേരിൽ? അച്ഛൻ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ സെമിനാരി പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറാണ്, ഞാൻ പറയുന്നത് കേട്ടോളുക എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് വിട്ടു. ഞാൻ ചെന്നിട്ട് ധ്യാനഗോളി അനൗൺസ് ചെയ്തു, ക്രിസ്ത്യാനികളല്ലാത്ത ആർക്കെങ്കിലും പാപം ഏറ്റു പറയണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇരുന്ന് ഇരിപ്പാണ്, 11 മണിക്ക് ഇരുന്ന് ഇരിപ്പാണ്. വൈകുന്നേരമായിട്ട് അത് തീർന്നിട്ടില്ല, ഇരിപ്പ് എഴുന്നേക്കാൻ പറ്റിയിട്ടില്ല. 27 സഹോദരങ്ങൾ എൻ്റെ അടുത്ത് വന്നു. 27 സഹോദരങ്ങൾ വന്ന് അവരുടെ ജീവിതത്തിൽ അന്ന് വരെയും അവരാരോടും പറഞ്ഞിട്ടില്ലാത്ത പാപമേഖലകൾ കർത്താവിൻ്റെ സന്നിധിയിൽ യേശുവാണിരിക്കുന്നതെന്ന് വിചാരിച്ച് കർത്താവിന് മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട്, ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളും പോരായ്മയും ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ തലയെ കൈവച്ചിട്ട്, കർത്താവായ യേശു ക്രിസ്തു പൗരോഹിത്യത്തിലൂടെ എനിക്ക് തന്ന അധികാരത്തിൽ മകനെ മകളെ നിന്റെ പാപം ഞാൻ മോചിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ മനുഷ്യൻ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. മനുഷ്യൻ വാവിട്ട് കരയുന്നത് ഞാൻ കണ്ടു. 27 പേര്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ പേരാണ് മണി. മണിയുടെ കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മണി ഞങ്ങൾക്ക് അച്ഛന്മാരുടെ ടേബിളിൽ ഞങ്ങളെ സഹായിക്കുന്ന ചെറുപ്പക്കാരനാണ്. ജീസസ് യൂത്തിലെ ഒരു ചെറുപ്പക്കാരൻ അച്ഛനെ കാണാൻ, ഞങ്ങളുടെ അച്ഛനെ ഷോജി അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്. അച്ഛനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് അച്ഛൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് അവനിങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഈ മണിയെ കണ്ടു. മണി ക്രിസ്ത്യാനിയല്ല. മണിയെ കണ്ടപ്പോൾ മണിയോട് പറഞ്ഞു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മണിയോട് അവൻ്റെ കുറെ ദൈവാനുഭവങ്ങൾ പങ്കുവെച്ചു. ഈ ജീസസ് യൂത്ത് ദൈവാനുഭവങ്ങൾ പങ്കുവെച്ച് യേശുവിനെ കുറിച്ച് പറഞ്ഞു, മോനെ യേശുവിനെ സ്നേഹിക്കണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ കുറിച്ച് നിങ്ങൾ സത്യസന്ധമായിട്ട് ഒരാളോട് പറഞ്ഞാൽ ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് വരും. അത് അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്ന ഭാഗമാണ്. സമറിയാക്കാരോട് യേശുക്രിസ്തുവിനെ കുറിച്ച്, കൊർണേലിയോസിന്റെ വീട്ടിലുള്ളവരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ മാമോദീസ മുങ്ങിട്ടില്ല, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. മാമോദീസ മുങ്ങിട്ടില്ല. മണിയോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മണിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. കേൾക്കണേ, ഞാന് രാത്രി 10:30 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു സ്ഥലം യാത്ര കഴിഞ്ഞ് ചെന്ന് ഓടി ചെല്ലുമ്പോൾ മണി അവിടെ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ മണി എന്നോട് പറഞ്ഞു, ഡാനിലച്ചാ അച്ഛന് നേരം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാടാ? അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് യേശുവിനെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ കഴിപ്പ് നിർത്തിയിട്ട് അമ്പരപ്പോടെ അവൻ്റെ മുഖത്തോട്ട് തൂങ്ങി. ഞാൻ ചോദിച്ചു, മണി? അവൻ എന്നോട് പറയാണ്, അച്ഛാ എന്നോട് ആ ചേട്ടൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു. അച്ഛാ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു ദാഹം വരും അച്ഛാ യേശുവിനെ കുറിച്ച് കേൾക്കാൻ, യേശുവിനെ കുറിച്ച് അറിയാൻ. ഇവൻ എന്നോട് പറയാണ്. ഞാൻ കുറേ നേരം ഇരുന്ന് ഇവനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്നെ ഉറക്കാൻ വിടത്തില്ല. ഇവൻ എന്നെ പുറകെ വരികയാണ്. പിറ്റേ ദിവസം വരികയാണ്, അടുത്ത ദിവസം വരികയാണ്. പാലാ താബോർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയപ്പോൾ ഇവനെയും കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമോദീസ മുങ്ങിയിട്ടില്ല. നിങ്ങൾ കേൾക്കണം, മാമോദീസ മുങ്ങിയിട്ടില്ല. അവൻ അവിടെ വെച്ച് അവിടെ എൻ്റെ കൂടെയുള്ള ശുശ്രൂഷകനോട് കൂടി വന്നിട്ട് പറയാണ്, എനിക്ക് ഡാനിയേലച്ചനെ കണ്ടിട്ട് എനിക്ക് കുമ്പസാരിക്കണം. അപ്പോൾ അവനോട് പറഞ്ഞു, മോനെ മാമോദീസ മുങ്ങിയ ആളുകളാണ് കുമ്പസാരിക്കുന്നത്. എൻ്റെ ശുശ്രൂഷകൻ പറഞ്ഞു, മാമോദീസ മുങ്ങിയ ആളുകളെ കുമ്പസാരിക്കുന്ന. മണി നിനക്കിപ്പോൾ കുമ്പസാരിക്കാൻ പറ്റത്തില്ല, അപ്പോൾ അച്ഛൻ നിന്നെ കുമ്പസാരിപ്പിക്കത്തില്ല. അതേ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ ഞാൻ പോൾസം ബ്രദറിനോട് കുമ്പസാരിക്കട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾ ആലോചിച്ചു, അവന് യേശുക്രിസ്തുവിന്റെ സ്നേഹം അങ്ങോട്ട് ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് കുമ്പസാരിക്കണം. അപ്പോൾ അവനോട് പറഞ്ഞു, അങ്ങനെ പോൾസം ബ്രദറിന് കുമ്പസാരിപ്പിക്കാൻ പറ്റത്തില്ല,
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൊച്ചൻ അവന്റെ കുറവുകളും പോരായ്മകളും കർത്താവിന്റെ സന്നിധി പറഞ്ഞു അവനോട്, മണി നിന്റെ പാവ ഈശോ ക്ഷമിച്ചടാ എന്ന് പറയുമ്പോ കണ്ണുനീരല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, ചോരയാ അവന്റെ കവിളിക്കൂടെ ഒഴുകുന്നത്. നിങ്ങൾക്കറിയാവോ, ചോരയാ ഒഴുകുന്നത്, കണ്ണുനീരല്ല ഒഴുകുന്നത്. അവൻ പറയാണ്, എൻ്റെ അച്ഛൻ എനിക്ക് സമാധാനമായി. അവിടെ ഹോസ്റ്റലിൽ അച്ഛന്മാർക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കണ്ടോണ്ടാ അവന്റെ ചങ്ക് ഇവിടെ. രാത്രി ഞാൻ ചെന്ന് കഴിയുമ്പോൾ എന്നോട് ചോദിക്കും, അച്ഛാ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ അച്ഛാ, എനിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ അച്ഛാ. എന്നാലും എവിടെയെങ്കിലും സൂത്രത്തിലൊക്കെ തപ്പി ഒളിച്ചൊക്കെ ഞാൻ കൊണ്ടുപോകും. അവന്റെ ഹൃദയം ഇപ്പൊ ഇവിടെ. വൈകുന്നേരം പാത്രം കഴിയുമ്പോൾ വട്ടായിലച്ഛന്റെ ടോക്ക് ഇട്ടുകൊണ്ടാണ് പാത്രം കഴിയുന്നത്. ഹോസ്റ്റലിലെ പിള്ളേരോട് മുഴുവൻ ഈ ചെറുക്കൻ മാമോദിസ മുങ്ങിയിട്ടില്ല, അവനാണ് യേശുവിനെ കുറിച്ച് പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് യേശുക്രിസ്തു പാവം ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല. ക്രിസ്ത്യാനിക്ക് അതങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതിന് കാരണം നമ്മൾ ഈ കേട്ട് നമ്മൾ ഇതൊക്കെ കേട്ട് ക്ലീഷയായ ആളുകളാണ്. നമ്മൾ ഇതൊക്കെ കേട്ട് മടുത്ത ആളുകളാണ്. എന്നാൽ ഈ പാവം മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാവം ക്ഷമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ ചങ്ക് പിളർന്നാ പോന്നെ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ കർത്താവ് പറയാണ്, ഐ ഹാവ് ബ്രോട്ട് പീസ്, പീസ് ബി വിത്ത് യു. പീസ്, ആ പീസ് എങ്ങനെ ഉണ്ടാവും, സമാധാനം എങ്ങനെ ഉണ്ടാവും? നീ കുമ്പസാരിക്കുമ്പോൾ ഉണ്ടാവും. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ്, കേൾക്കണേ സംശയക്കാരെല്ലാം കേട്ടോണേ, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ, ഇൻ ദ സെയിം വേ, ഇൻ ദ സിമിലർ വേ, ഇൻ ദ സിമിലർ പാറ്റേൺ. വ്യത്യാസമില്ല. എന്റെ അപ്പൻ എന്നെ എന്തിനു വിട്ടോ അതിന് തന്നെ ഞാൻ നിങ്ങളെ വിടുകയാണ്. എന്റെ അപ്പൻ എന്നെ എന്തിനാ വിട്ടേ? ലോകത്തിന് പാപമോചനം കൊടുക്കാൻ. ലോകത്തിന് പാപമോചനം കൊടുക്കാൻ ഞാൻ നിങ്ങളെ വിടുകയാണ്. ആരോടാ പറയുന്നേ? അപ്പസ്തോലന്മാരോട് പറയുകയാണ്. ലോകത്തിന് പാപമോചനം കൊടുക്കാൻ ഞാൻ നിങ്ങളെ വിടുകയാണ്. നിങ്ങൾ ആരുടെ പാപം ബന്ധിച്ചാലും ബന്ധിക്കപ്പെടും, മോചിച്ചാലും മോചിക്കപ്പെടും. സംശയം തീർന്നോ? ഇത് സഭയുടെ മേൽ വർഷിക്കപ്പെട്ട അധികാരമാണ്. ഇനി കേട്ടോളുക, ഒരച്ഛൻ എത്ര പാപിയാണെങ്കിലും, കേട്ടോളുക, ഒരച്ഛൻ എത്ര കൊടും പാപിയാണെങ്കിലും അച്ഛൻ കുമ്പസാരിപ്പിച്ച് പാപമോചനം തരുമ്പോൾ നിങ്ങളുടെ പാപം ക്ഷമിക്കും. കാരണം ഇത് അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് തരുന്നതല്ല, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ നിന്ന് തരുന്നതാണ്. റേഷൻ കടക്കാരൻ അരി എടുത്ത് കൊടുക്കുന്ന പോലെ ഉള്ളത്, അയാൾ ഡിസ്ട്രിബ്യൂട്ടർ മാത്രമാണ്. ഇത് അച്ഛൻ്റെ വിശുദ്ധിയിൽ നിന്ന് വരുന്നതല്ല. ഞാനിത് പറയുന്നതിന് കാരണമുണ്ട്. അതായത് ഏത് അച്ഛൻ്റെ അടുത്തും കുമ്പസാരിക്കാം, ഏത് വൈദികന്റെ അടുത്തും കുമ്പസാരിക്കാം. ഇത് അച്ഛൻ്റെ വിശുദ്ധിയിൽ നിന്ന് വരുന്നതല്ലെന്ന് മനസ്സിലായോ? പോലീസ് ഉദ്യോഗസ്ഥൻ നല്ലവനായാലും കൊള്ളരുതാത്തവനായാലും SIക്ക് SIയുടെ അധികാരമുണ്ട്. SI നല്ല ആളല്ല, ഓക്കെ, പക്ഷെ SIയുടെ അധികാരമുണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അച്ഛനെ നോക്കി കുമ്പസാരിക്കാൻ പോകരുത്. എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ സമാധാനം കിട്ടാൻ കർത്താവ് പറയുകയാണ്, അപ്പസ്തോലന്മാരുടെ മേൽ അധികാരം വർഷിക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുമ്പസാരക്കൂട്ടിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടുമുട്ടും. വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞു, ഓരോ കുമ്പസാരക്കൂട്ടിലും വൈദികന്റെ സാദൃശ്യത്തിന് പിന്നിൽ എൻ്റെ മക്കളെയും കാത്ത് ഞാൻ മറഞ്ഞിരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ ദിവസവും കുമ്പസാരിക്കും, എല്ലാ ദിവസവും കുമ്പസാരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു വീഡിയോ കണ്ടു. പിന്നെ നോമ്പ് കാലത്ത്, ഹോളി വീക്കിനാണെന്ന് തോന്നുന്നു, ആളുകളെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി സ്റ്റോളൊക്കെ ഇട്ട് കുമ്പസാരിപ്പിക്കാൻ മാർപ്പാപ്പ പോകുമ്പോൾ ഒരച്ഛൻ കുമ്പസാരക്കൂട്ടിരിക്കുകയാണ്. അച്ഛനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് അവിടെ വിട്ടുകുത്തി കുമ്പസാരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി പാദ്രെ പിയെ പോലുള്ള വിശുദ്ധര് ദിവസം 12ഓളം തവണ കുമ്പസാരിക്കുമായിരുന്നു എന്നവരുടെ ജീവചരിത്രം പറയുന്നു. ഇതൊരു നാണക്കേടായിട്ട് ആരും കരുതണ്ട, ഇതൊരു ഭാരമായിട്ട് കരുതണ്ട. നിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുമ്പസാരക്കൂട്ടിലൂടെ എഴുന്നള്ളി വരും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ആരാധനയിലേക്ക് കയറുകയാണ്. നിങ്ങൾ കൃഷിക്കാരനാണ്. ഈ കൃഷിക്കാരന് കടുത്ത മഴയിലും പ്രളയത്തിലും അയാൾ നട്ട ആയിരക്കണക്കിന് 10,000-കണക്കിന് വാഴകൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ കൃഷിക്കാരനാണ്. കൃഷിക്കാരൻ്റെ വാഴകളെല്ലാം ഈ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ കാർഷിക വകുപ്പ് നിങ്ങൾക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തി. ഓരോ നശിച്ച വാഴയ്ക്കും, ശ്രദ്ധിക്കുക, ഓരോ നശിച്ച വാഴയ്ക്കും 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഓരോ നശിച്ച വാഴയ്ക്കും നഷ്ടപരിഹാരം തരാൻ പോവാണെന്ന് ഒരു ഡിക്ലറേഷൻ നടത്തിയാൽ, കേൾക്കണേ, നിങ്ങൾ ഓടിച്ചിട്ട് ഒരു നോട്ടം നോക്കി, ഓടിച്ചിട്ടൊരു ഫോട്ടോ എടുത്ത് ഏകദേശം ഒരു 300 വാഴ കാണും എന്ന് പറഞ്ഞ് ഈ 1000 വാങ്ങിക്കാൻ പോവോ, അതോ ഓരോ വാഴയുടെ അടുത്ത് ചെന്ന് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇതുണ്ടെന്ന് ഉറപ്പുവരുത്തി തെളിവുണ്ടാക്കി
ഓരോ വാഴയ്ക്കും 1000 രൂപ വീതം വാങ്ങിക്കുമോ? ബുദ്ധിയുള്ളവർ ചെയ്യുന്നത് ഓടിച്ചിട്ട് എന്നാൽ ജനറലായിട്ട് ഒരു നോട്ടം അങ്ങനൊന്നുമല്ല. കൃത്യം നടന്ന് തോട്ടം മുഴുവൻ നടന്നിടും. എന്നിട്ട് ഓരോ വാഴയുടെയും ഫോട്ടോ എടുക്കും. കേട്ടോളുക, ഓരോ നശിച്ച വാഴയ്ക്കും 1000 രൂപ വീതം കിട്ടും. ഏറ്റുപറയുന്ന ഓരോ പാപത്തിനും ഓരോ കൃപ കിട്ടും. ഏറ്റുപറയുന്ന ഓരോ പാപത്തിന്, അതായത് ഓരോ പാപവും തടഞ്ഞു വെച്ചിരിക്കുന്ന കൃപകളുണ്ട്. ഈ പാപം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ആ മേഖല ക്ലിയറാവും. ഞാൻ എൻ്റെ കൂടെ വരുന്ന ചെറുപ്പക്കാരോട് പറയാറുണ്ട്, കുമ്പസാരിച്ചാണ് നമ്മൾ ആത്മീയതയിൽ കയറേണ്ടത്. കുമ്പസാരിച്ച് തെളിയണം. വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുമ്പസാരിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെയാണ് കണ്ടുപിടിച്ച് പോരായ്മകളെല്ലാം കണ്ടുപിടിച്ച് കുമ്പസാരിച്ച് വളരണം.